പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 49ാമത്തെ ക്ലാസ്സിലേക്ക് ഡിസംബർ മാസം 23-ാം തീയതി 2025 ഡിസംബർ മാസം 23-ാം തീയതി എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിൽ എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർക്രിസ്തുവിൻ്റെ ഭരണം. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ, അതായത് 20-ാം അധ്യായത്തിൻ്റെ പകുതി വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും അതിസങ്കീർണമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് എതിർക്രിസ്തു എന്നുള്ളത്. എതിർക്രിസ്തുവിനെ കുറിച്ച് മൃഗമെന്നും ആണ് ഇവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷിലും ചിലരിതിനെ അന്തിക്രിസ്തു എന്നും പറയാറുണ്ട്. അന്തിക്രിസ്തു എന്നുള്ള വാക്ക് ബൈബിളിൽ ഇല്ലാത്തതാണ്, വചനത്തിലില്ലാത്തതാണ്. അന്തിക്രിസ്തു എന്ന് ബൈബിളിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം തന്നെ നോക്കുമ്പം അവസാന ക്രിസ്തു, അന്തിക്രിസ്തു എന്ന് അങ്ങനെയല്ലേ, അത് ആൻറ്റി ക്രൈസ്റ്റ് പറഞ്ഞത് അന്തിക്രിസ്തുവായിട്ട് അങ്ങാക്കിയതാണ്. അത് ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ വായിച്ചാൽ അന്തിക്രിസ്തു എന്നൊരു വാക്ക് കാണത്തില്ല. പക്ഷേ പണ്ട് മുതലേ പരിചിതമായി ഇങ്ങനെ പറഞ്ഞ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞ് അതങ്ങനെ വരുന്നു എന്നുള്ളതല്ലാതെ എതിർക്രിസ്തു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എതിർക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എതിരായിട്ടുള്ളത്. യേശു എന്തെല്ലാം പറഞ്ഞോ അതിന് നേരെ വിപരീതമായിരിക്കും മൃഗമായിരിക്കുന്ന സാത്താൻ്റെ പരിപാടി. യേശു കുഞ്ഞാടായിട്ട് ലോകത്തിൽ വന്നെങ്കിൽ മൃഗമായിട്ടാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്ന, വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവരാരും അന്തിക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗമെന്നും അല്ലെങ്കിൽ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എതിർക്രിസ്തു എന്നാണ്, ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ്. അതിനെ ഒരിക്കലും നമ്മൾ പറഞ്ഞ് അന്തിക്രിസ്തു എന്നാക്കരുതെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത് വചനാടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ പാരമ്പര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ എന്താണോ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതിനാണ് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നാം ചിന്തിക്കുന്നത്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ളത് അന്തിക്രിസ്തു അല്ല. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെതിരായിട്ടുള്ളതിനെയാണ് ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു. വിപരീതമായിട്ടുള്ള ശക്തിയാണ്. കർത്താവ് വെളിച്ചമാണെങ്കിൽ, യേശു ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ, സാത്താൻ ലോകത്തിൻ്റെ ഇരുളാണ്. മൃഗം ലോകത്തിൻ്റെ ഇരുളാണ്. യേശു ജീവനാണെങ്കിൽ സാത്താൻ മരണമാണ്. എന്താണോ ഓപ്പോസിറ്റ്, ക്രിസ്തുവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എതിർ ക്രിസ്തു എന്നുള്ളത് നമ്മൾ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പലർക്കും ഒരുപാട് ചിന്തകളും സംശയങ്ങളും, അല്ലെങ്കിൽ ആരായിരിക്കും എതിർ ക്രിസ്തു എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളും ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. നമുക്ക് ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ 5 ഭാഗങ്ങളായിട്ട് ഇതിനെ തരംതിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു എതിർ ക്രിസ്തുവിൻ്റെ എപ്പോൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാൻ റെഡിയായിരുന്നു. എന്നാൽ ഇതിനെ നമുക്കൊരു യഥാർത്ഥമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ 5 ഭാഗങ്ങളായിട്ടാണ് നമ്മളിതിനെ വിഭജിച്ച് ചിന്തിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തത്, എതിർ ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോൾ. അപ്പോൾ എപ്പോഴാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്, ഏത് സമയത്താണ്, അതിൻ്റെ പ്രവചന തെളിവുകൾ എന്താണ് എന്നാണ് അവൻ വരുന്നത്. 2, എതിർ ക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്, എന്തിനു വേണ്ടിയാണ് അവൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള രണ്ടാമത്തെ ചിന്താഗതി. 3, എതിർ ക്രിസ്തു എവിടെ നിന്ന് വരുന്നു, എന്തിനോട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടാണ് എതിർ ക്രിസ്തു വരുന്നത്. 4, എതിർ ക്രിസ്തു ആരാകുന്നു, അവൻ്റെ വ്യക്തിത്വം, അല്ലെങ്കിൽ അവൻ ആരാകുന്നു, അവൻ മനുഷ്യനാണ്, അവൻ ആരാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. 5, എതിർ ക്രിസ്തുവിൻ്റെ അവസാനം എന്താകുന്നു. അപ്പോൾ അവൻ്റെ ആരംഭവും അവസാനവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എതിർ ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോൾ, അവൻ എന്തിനാണ് ഭൂമിയിൽ വരുന്നത്, അവൻ എവിടെ നിന്നാണ് വരുന്നത്, അവൻ ആരാകുന്നു, അവൻ്റെ അവസാനം എന്ത്. ഈ 5 കാര്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ പ്രാരംഭ ഭാഗത്തിൻ്റെ പഠനം അത് നമുക്ക് വ്യക്തമാക്കി കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് 4-ാം അധ്യായം 4-ഉം 5-ഉം അധ്യായം 5 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠനം പൂർത്തീകരിച്ചു. 3-ാമത്തെ അധ്യായം പൂർത്തീകരിച്ച ശേഷമായി 12-ാം അധ്യായത്തിൽ നമ്മൾ 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ അതിനുശേഷമായിട്ടുള്ള 12-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വാക്യങ്ങൾ സാത്താനിക മുഖത്തുള്ള ബന്ധത്തിലും
ശുശ്രൂഷയോട് ബന്ധത്തിൽ വെളിപ്പാട് ദിവസം 11-ാം അധ്യായം അതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളുമാണ് സാത്താനിക മകത്വത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് നാം ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിച്ചത് ഇപ്പം 11-6 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 11-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അത് വ്യാഖ്യാനിച്ചിട്ടില്ല. കാരണം അത് വ്യാഖ്യാനിക്കപ്പെടണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അത് നിർത്തി എന്ന് ചോദിച്ചാൽ 7-ാം അധ്യായത്തിൽ പറയുന്നത് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നത് ആരാണ് ആഴത്തിൽ നിന്ന് കയറുന്നത്? എതിർക്രിസ്തുവാണ്. അപ്പോൾ ആ മൃഗം പ്രത്യക്ഷപ്പെട്ട് നടക്കുന്ന സമയത്താണ് എതിർക്രിസ്തുവിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തെ പഠിക്കേണ്ടത്. അതുകൊണ്ട് ആണ് നമ്മൾ അവിടെ നിർത്തിയത്. 11-ാം അധ്യായം 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സാത്താനിക മുഖത്വത്തിലെ 2 സാക്ഷികൾ ആരാകുന്നു, അവരുടെ ശുശ്രൂഷ എന്താകുന്നു എന്ന് നമ്മൾ ചിന്തിച്ച ശേഷമായി പിന്നീട് 11-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ തുടർന്ന് നമ്മൾ വ്യാഖ്യാനിക്കാതിരുന്നത് ഇപ്പോൾ ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ആരാകുന്നു, എന്താകുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എതിർക്രിസ്തുവിൻ്റെ പഠനം എന്ന അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അധ്യായ ക്രമീകരണം നടത്തുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായി. ഇവിടുന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ അവർ തങ്ങളുടെ സാക്ഷ്യം ഗതുവായി അവരോട് പടപെട്ടി അവർ ജയിച്ചു കൊന്നുകളെ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ആത്മീയ അമ്യസ്തവും ഇത് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് തുടർന്നുള്ള സംഭവം. സാത്താനിക ഭഗവത്വമായിരിക്കുന്ന 3.5 വർഷത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ സാത്താനിക മഹോത്സവത്തോട് അനുബന്ധമായിട്ട് 3.5 വർഷം കഴിയുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ് തുടങ്ങുന്നത്. അപ്പോൾ എതിർക്രിസ്തു അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് സാക്ഷ്യം അത് തികച്ചേക്കുന്ന 2 സാക്ഷികളെ പടവെട്ടി കൊന്നു കളയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ്റെ പ്രത്യക്ഷത, അവൻ എപ്പോൾ വരുന്നു, അവൻ എന്തിനാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ എതിർക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോൾ, എതിർക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള വിഷയത്തിൻ്റെ ഭാഗം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഈ എതിർക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. സങ്കല്പങ്ങളല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഭൂമി ജീവിച്ചിരിക്കുന്ന ആരെയെങ്കിലും ഒരാളെ അതിനോട് സദൃശ്യപ്പെടുത്തി ഒന്നും നമ്മൾ പഠിക്കാനോ പാടില്ല. അത് മറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ അസ്യൂം ചെയ്ത് ഇന്നയാളായിരിക്കും, ഇന്നയാളാണെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ആരും എത്താൻ പാടില്ല. എന്നാൽ നമുക്ക് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ ആവശ്യമായിരിക്കുന്നത്. 1-ാം ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്നു എതിർക്രിസ്തു എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. വെളിപ്പാട് 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചിന്തിച്ചിരുന്നു. അതിപ്രകാരം കുഞ്ഞാട് മുദ്രകൾ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവന് ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പം കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഈ 4-ാം അധ്യായം 5-ാം അധ്യായം സാത്താനിക മഹോത്സവം നടക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താനിക മഹോത്സവം നടക്കുന്ന 12-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ 11-ാം അധ്യായത്തിലുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ കുഞ്ഞാട് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ ഒരു കിരീടം തലയിൽ വെച്ച് ഒരു കയ്യിൽ വില്ലും പിടിച്ച് ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ എവിടുന്ന് വരുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ വെള്ളക്കുതിരയെ കണ്ടു എന്നാണ് പറയുന്നത്. വെള്ളക്കുതിരയെ കണ്ടു. ഈ വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്നു എന്നുള്ളതിനെ തുടർന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ വെള്ളക്കുതിരയെക്കുറിച്ചുള്ള അവൻ പ്രത്യക്ഷപ്പെടുന്ന സമയം എപ്പോഴാണ്? കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിക്കുമ്പോഴാണ്. ഇതേക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിലും നമ്മൾ ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിലുള്ള ഭാഗങ്ങളെ എടുത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ എപ്പോഴാണ് ഇത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാകുന്നു എന്നുള്ളത് ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 7-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അവൻ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തനിരുന്നു, അവൻ്റെ വസ്ത്രം പോലെ വെളുത്തു എന്ന് പറഞ്ഞിട്ട് അവനെക്കുറിച്ച് വർണ്ണിച്ച ശേഷമായി ന്യായവിസ്താര സഭയിരുന്ന് പുസ്തകങ്ങൾ തുറന്നു.
അപ്പോൾ ഇത് എന്താണ് ഈ പുസ്തകങ്ങൾ തുറക്കുന്നത്, ന്യായവിസ്താര സഭ ഇരിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സവിസ്തരം നമ്മൾ ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ന്യായാസനങ്ങൾ എന്താകുന്നു, ന്യായവിസ്താര സഭ എന്താകുന്നു, പുസ്തകങ്ങൾ തുറക്കുന്നത് എന്താകുന്നു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം. ന്യായാസനങ്ങൾ എന്നുള്ളത് ഈ ദാനിയേൽ ദർശിക്കുമ്പോൾ സ്വർഗത്തിൽ അന്ന് വരെ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ന്യായാസനങ്ങളെ കാണുന്നു. അത് 24 മൂപ്പന്മാർ ഇരിക്കുന്ന 24 സിംഹാസനങ്ങളാണെന്ന് വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ന്യായവിസ്താര സഭ ഇരിക്കുന്നത് എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഭരണാരംഭം മുതൽ അവൻ്റെ ഭരണാവസാനം വരെ ആകുന്നു ന്യായവിസ്താര സഭ ഇരിക്കുന്നത്. അപ്പോൾ സാത്താന്യ ഉപദ്രവവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ന്യായവിസ്താര സഭ സ്വർഗത്തിരുന്നിട്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്ന മുതൽ അവൻ്റെ അവസാനം വരെയുള്ള അവനെ നശിപ്പിച്ച് മുടിപ്പിക്കുന്ന വരെയുള്ള, ഇല്ലാതാക്കുന്ന വരെയുള്ള സമയത്താണ് ന്യായവിസ്താര സഭ ഇരിക്കുന്നത്. അതിൻ്റെ 7-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള അവനെ ആരാകുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു വാക്യം ഞാൻ വായിക്കാം. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്ന് കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്ത് കളഞ്ഞ് അന്ത്യം വരെ നശിപ്പിച്ച് മുടിപ്പിക്കും. അപ്പോൾ ഇവിടെ ന്യായവിസ്താര സഭ ഇരുന്ന് പുസ്തകങ്ങൾ തുറന്നു. 7-ാം അധ്യായം 9-ാം അധ്യായം 10-ാം ഭാഗം ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇപ്പോൾ ന്യായവിസ്താര സഭ ഇരുന്നെന്ന് പറയുമ്പോൾ 24-30 ആദിജാതന്മാരുടെ സഭ സ്വർഗത്തിലെത്തി അതിൽ അധികാരമുള്ള നമ്മൾ സിംഹാസനത്തിൽ ഇരുന്ന് കഴിയുമ്പോഴാണ് ഈ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ ന്യായവിധികളെ അയക്കുന്നത്. അതിനുവേണ്ടിയാണ് ന്യായവിസ്താര സഭ ഇരിക്കുന്നത്. അതുകൊണ്ട് ആധിപത്യം എടുത്ത് അന്ത്യം വരെ നശിപ്പിച്ച് മുടിപ്പിക്കും. അപ്പോൾ ഇവൻ്റെ ഭരണ അവസാനത്തോടുകൂടി ഇരുന്ന് അവനെ നശിപ്പിച്ച് മുടിപ്പിക്കാൻ വേണ്ടിയാണ് ന്യായവിസ്താര സഭ ഇരിക്കുന്നത്. അപ്പോൾ ന്യായവിസ്താര സഭ ഇരുന്ന് സ്വർഗത്തിരിക്കുന്ന എതിർ ക്രിസ്തു മൃഗത്തിൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അവസാനം വരെ അവനെ നശിപ്പിച്ച് മുടിപ്പിക്കുന്ന കാലം വരെയാണ് ഈ ന്യായവിസ്താര സഭ ഇരിക്കുന്നത്. 3.5 വർഷക്കാലമാകുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് ആരംഭം മുതൽ അവസാനം വരെയാണ്. 3.5 വർഷം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ വെളിപ്പാട് 13-ാം അധ്യായത്തെ അധികരിച്ച് നമ്മൾ ചിന്തിച്ച് പഠിക്കുന്നതായിരിക്കും. ഇവിടെ പുസ്തകങ്ങൾ തുറക്കുന്നു എന്നുള്ളത് ഭാവികാല സംഭവങ്ങൾ ബന്ധത്തിൽ നമുക്കറിയാം. പുസ്തകങ്ങൾ തുറന്നു എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ളത് സ്വർഗീയ സിംഹാസനത്തിരിക്കുന്നവൻ്റെ വലം കൈയാൽ അകത്തും പുറത്തും എഴുത്തുള്ള മുദ്രയിട്ടിരിക്കുന്ന 7 മുദ്രയിട്ടൊരു പുസ്തകം തുറക്കുന്നതിനെക്കുറിച്ചും പിന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനാഭാല വൃന്ദം വെള്ളസിംഹാസന മുമ്പിൽ നിൽക്കുമ്പോൾ തുറക്കപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചുമാകുന്നു. അപ്പം ഇതിൽ ഈ വെള്ളസിംഹാസനത്തിന് മുമ്പാകെയുള്ള പുസ്തകങ്ങൾ തുറക്കപ്പെടുന്ന സമയത്തെ സംഭവമല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആ സമയത്ത് തുറക്കപ്പെടുന്ന പുസ്തകം ആകാശഭൂമി ഇല്ലാതായ ശേഷമാണ്. പക്ഷെ എന്നാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകത്തിൻ്റെ 1-ാമത്തെ മുദ്രകൾ പൊട്ടിക്കുന്നതിനെയാണ് പുസ്തകങ്ങൾ തുറന്നു എന്നവിടെ രേഖപ്പെടും. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രവചനം അത് വ്യക്തമല്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പഴയ നിയമത്തിൽ നിഴലാണെങ്കിൽ പൊരുളായിട്ടുള്ള നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ന്യായാസനങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് 24 സിംഹാസനങ്ങളാണെന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ന്യായവിസ്താര സഭ ഇരിക്കുന്നത് 24 മൂപ്പന്മാർ സ്വർഗ്ഗാസുഖത്തിൽ ഉപവിഷ്ടരാകുന്ന സമയത്താണെന്ന് മനസ്സിലാകുന്നു. പുസ്തകങ്ങൾ തുറക്കുന്നതിനുള്ള ബന്ധത്തിൽ ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിൽ തുറക്കപ്പെടുന്ന 2 സന്ദർഭങ്ങളാണ്. സ്വർഗീയ പിതാവിൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം കുഞ്ഞാടാൻ ദൈവം അതിൻ്റെ 7 മുദ്രകൾ പൊട്ടിച്ച് പുസ്തകം തുറക്കുന്നതിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയത്. മറ്റൊരു ഭാഗം പറഞ്ഞിരിക്കുന്നത് വെള്ളസിംഹാസനം മുമ്പാകെ പുസ്തകം തുറക്കപ്പെടുന്നതിനെക്കുറിച്ചാണെന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ കഥാൻ 2-ാമത്തെ വരവിനെക്കുറിച്ചൊക്കെ മറ്റുള്ള സിനിമയോ മറ്റുള്ള പ്രദർശനങ്ങളോ ഒക്കെ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഥാൻ്റെ 2-ാമത്തെ വരവിൽ അവൻ്റെ മഹത്വ സിംഹാസനം മുമ്പ് പുസ്തകം തുറക്കുന്നതൊക്കെ ആയിട്ടുള്ള പിക്ചറുകളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ കഥാവിൻ്റെ 2-ാമത്തെ വരവ് അഥവാ മഹത്വ പ്രത്യക്ഷത്തിൽ ഒരു പുസ്തകം തുറക്കത്തില്ല. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇന്ന് പ്രബലമായിട്ടുള്ള ചിന്തകളും പഠനങ്ങളും സിനിമകളും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് കല്ലറ തുറക്കപ്പെടുന്നു, പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടാകുന്നു, മറ്റു പല വിഷയങ്ങളുണ്ടാകുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ വരവിനുള്ള ബന്ധത്തിൽ പറഞ്ഞു. പക്ഷേ അത് ഒന്നും നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ അഥവാ കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ അവൻ പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു ഒറ്റ കല്ലറ പോലും തുറക്കപ്പെടത്തില്ല. അന്ന് ആ സമയത്ത് ഒരു ആക്സിഡൻറ്റും ഉണ്ടാകത്തില്ല. പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടാകത്തില്ല, ട്രെയിൻ ആക്സിഡന്റ് ഒന്നും ഉണ്ടാകത്തില്ല. അന്ന് ഒരു പുസ്തകവും തുറക്കപ്പെടുന്നുമില്ല. അതാണ് വാസ്തവമായിട്ടുള്ളത്. ഇതിനെ യഥാർത്ഥത്തിലുള്ള ചിന്തകളില്ലാത്തത് കൊണ്ട് നമുക്ക് അന്ന് ലഭിച്ചിരുന്ന കാര്യങ്ങളനുസരിച്ച് അവരതിനെ
ഭാവനാ രീതിയിൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പാണ്, രഹസ്യവരവിലാണ്, അത് മധ്യാകാശ വരവെങ്കിലാണ് ഈ പറയുന്ന കല്ലറകൾ തുറക്കപ്പെടുന്നതും. അത് രഹസ്യമായിരിക്കും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്ന പുനരുത്ഥാനം പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ച് മുമ്പോട്ട് എടുക്കപ്പെടുന്ന അന്ന് രഹസ്യവരവെങ്കിലാണ്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഒരു കല്ലറയും തുറക്കപ്പെടത്തില്ല. അന്ന് ഈ ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയ്യോബ് പ്രവചിച്ചനുസരിച്ച് പറയുമ്പോൾ 1000 ആണ്ട് കഴിയും എന്ന് പറഞ്ഞാൽ ആകാശം ഇല്ലാതെയാകുമ്പോൾ അവർ ഉണരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് ശേഷമായി, അഥവാ രക്തസാക്ഷികളുടെ പുനരുത്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ 20-ാം അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആകാശം ഇല്ലാതെയാകുമ്പോഴും ഈ പറയുന്ന ആരും തന്നെ ഉണരുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഈ ഒരു പുസ്തകം പഠിക്കണം. എങ്കിലാണ് നമുക്ക് സംസാരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി നടക്കുന്ന സേനാ ദിവസത്തിൽ നടക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞാൽ പിന്നീടുള്ള പുനരുത്ഥാനം തുറക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിലാകുന്നു. അപ്പോൾ ഒടുക്കത്തെ നാളെന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ് വിശുദ്ധന്മാരുമായിട്ട് വരുന്ന കർത്താവിൻ്റെ പരസ്യവരവെങ്കിൽ ഒരു കല്ലറയും തുറക്കപ്പെടത്തില്ല. അന്ന് ജീവനോടിരിക്കുന്നവരുടെ അന്ത്യന്യായവിധിയാണ് നടക്കുന്നത്. ജീവനോടിരിക്കുന്നവരെയാണ് അന്ന് അന്ത്യന്യായവിധിക്കുന്നത്. മരിച്ചുപോയവരെ ആരെയും അന്ന് അന്ത്യന്യായവിധി നടത്തുന്നതാണ്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുക എന്ന് പറയുന്നത് അന്ന് ജീവനോടിരിക്കുന്നവരെ ആണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ വരവെങ്കിൽ പ്രത്യക്ഷ ന്യായവിധിയോട് ബന്ധത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ അന്ന് ജീവനോടിരിക്കുന്നവരെ മാത്രമാണ് അന്ന് ന്യായം വിധിച്ച് പതിരും ഗോതമ്പുമായി വേർതിരിച്ച് പതിര് കെടാത്ത തീയിലിട്ട് കളയുകയും ജീവനോട് ഇട്ട് കളയുക. അതിനെ തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കരുത്, മനസ്സിലാക്കരുത്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കണം. നമ്മളിതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഞാൻ ഈ പുസ്തകങ്ങൾ തുറന്നെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ചിന്ത പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നുണ്ടല്ലോ, ഞങ്ങളതങ്ങനെ പിക്ചറിൽ കണ്ടിട്ടുണ്ടല്ലോ, ഞങ്ങളങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ വിചാരിച്ചാൽ അത് നടക്കുന്ന സംഭവമല്ല. അത് ഭാവനയാണ്, അത് യാഥാർത്ഥ്യമല്ല. അപ്പം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് മഹത്വപ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കും. പക്ഷേ ഈ ഒരു പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത് അന്ന് ഉണ്ടല്ലോ എന്ന് ചിന്ത വരാൻ പാടില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ പരസ്യവരവെങ്കിൽ ആദ്യം നടക്കുന്ന സംഭവം അന്ന് നടക്കുന്ന ന്യായവിധിയിൽ, അന്ന് നടക്കുന്ന അന്ത്യന്യായവിധിയിൽ അത് മരിച്ചു പോയ ഒരാൾ പോലും ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നില്ല. അന്ന് നടക്കുന്നത് ജീവനോടിരിക്കുന്നവരുടെ അന്ത്യന്യായവിധിയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഈ മരിച്ചവർ ആപാല വൃന്ദം വെള്ളസമാജത്തിൽ തുറക്കുമ്പോൾ പുസ്തകങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് ജീവപുസ്തകം എന്നൊരു പുസ്തകത്തിൽ ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ട് എഴുതുന്നുണ്ട്, പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പേരിൽ എവിടെയെങ്കിലും കാണും കേട്ടോ. ജീവപുസ്തകത്തിൽ മായ്ച്ചു കളഞ്ഞു എന്നതുകൊണ്ട് മനുഷ്യൻ്റെ പേര് അപ്രത്യക്ഷമായി തീരുന്നില്ല. മനുഷ്യൻ്റെ പേര് എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൽ കാണും. അതുകൊണ്ട് നിരാത്ത അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞു പോകാം. നമ്മൾ പലപ്പോഴും വിചാരിക്കും ജീവപുസ്തകത്തിൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മായ്ച്ചു കളഞ്ഞ പേര് അതോടുകൂടി തീരുകയൊന്നുമല്ല. ഇപ്പം ജീവപുസ്തകത്തിൽ മായ്ച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാതാളത്തിലുള്ളവരുടെ ലിസ്റ്റിലോ അല്ലെങ്കിൽ നരകത്തിലുള്ളവരുടെ ലിസ്റ്റിലോ പേര് കാണും. പേര് ഇല്ലാതായി പോകത്തില്ല. അത് മനസ്സിലായി. പക്ഷെ അതേക്കുറിച്ച് ഗഹനമായി ചിന്തിച്ചിട്ടില്ല ആരും. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ മായ്ച്ചു കളഞ്ഞു, ജീവപുസ്തകം എഴുതി. ജീവപുസ്തകത്തിൽ പേര് മായ്ച്ചു കഴിഞ്ഞാൽ ആ പേരില്ലാതിരിക്കുകയല്ല, അത് പുസ്തകങ്ങൾ തുറക്കുന്നൊരു ദിവസമുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഗഹനമായി പഠിക്കണം, മനസ്സിലാക്കണം. നമ്മൾ ചെറിയ രീതിയിൽ ചിന്തിച്ചാൽ അതല്ല അങ്ങനെയുള്ളത്. അപ്പം ഈ മനുഷ്യ സൃഷ്ടി നിത്യതയ്ക്കുള്ളതാണ്. അവരുടെ പേര് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാണും. ഒന്നെങ്കിൽ ജീവപുസ്തകത്തിൽ, അതിന് മുകളിലോട്ടുള്ള നിലവാരങ്ങളിൽ ആദിജാതന്മാരുടെ പേരിരിക്കുന്ന സ്വർഗീയ ആദിജാതന്മാരുടെ സഭയിൽ അല്ലെങ്കിൽ നഗരത്തിൽ കാണും, മതിലിൽ കാണും, ഗോപുരങ്ങളിൽ കാണും. അത് ഉയർന്ന നിലവാരത്തിലുള്ളവിടെയാണ്. ജീവപുസ്തകത്തിൽ നിന്ന് പ്രൊമോഷൻ അല്ലെങ്കിൽ തേജസ്സിൻ്റെ വിവിധ ഗണങ്ങൾ ലഭിക്കുന്നവരാണ് ആ ഗണത്തിൽ പോകുന്നത്. അതേക്കുറിച്ച് വിശദമായിട്ട് ഒരു പഠനം ദൈവകൃപയെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ദൈവമനുഷ്യ ഒരു പുസ്തകമായിട്ട് എഴുതാനും ആഗ്രഹിക്കുന്നുണ്ട്. താഴോട്ട് പോകുമ്പോൾ പിന്നീട് ജീവപുസ്തകത്തിൻ്റെ പേരില്ലാതെ പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ അവിടെ കൊണ്ട് ഡിസപ്പിയർ ആകുകയല്ല. അവൻ്റെ പേര് അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കുറിക്കുന്ന പാതാളത്തിലുള്ളവരുടെ ലിസ്റ്റിൽ അവൻ്റെ പേര് കാണും. അതിനേക്കാൾ കഠിനമായ പാവമാണെങ്കിൽ പാതാളത്തിൽ നിന്നുള്ള ലിസ്റ്റിൽ മാറിയിട്ട് അവനെ കൊടും പാവിയായിട്ടുള്ള മരണത്തിലുള്ളവരുടെ ലിസ്റ്റിൽ കാണും. അതുകൊണ്ട് പുസ്തകങ്ങൾ തുറന്ന് ഓരോരുത്തരുടെയും പറഞ്ഞിരിക്കുന്ന അന്ന് പുസ്തകങ്ങൾ തുറക്കും. അന്ന് 3 പുസ്തകങ്ങളാണ് തുറക്കുന്നത്. അന്ന് തുറക്കുന്ന ജീവപുസ്തകം തുറക്കും, പാതാളത്തിലുള്ള പുസ്തകം തുറക്കും, അതുപോലെ അന്ന് തുറക്കപ്പെടുന്നത് നരകത്തിലൂടെ പുസ്തകങ്ങൾ തുറക്കപ്പെടും. അന്ന് അവർക്ക് അതിനനുസരിച്ച് ഉള്ള ശിക്ഷ ലഭിക്കുന്നത്. ജീവനിൽ എത്തിയാൽ പുതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിന്ന് ദൈവം ഭാഗ്യം തന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിലുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് തേജസ് പ്രാപിച്ച് നമ്മുടെ ആ തേജസ്സിൻ്റെ ഉന്നതിയിലേക്ക് നാം പ്രവേശിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേര് നഗരത്തിൽ രേഖപ്പെടുത്തും. അവിടുന്ന് നാം
ഉന്നതി പ്രാപിച്ചാൽ നമ്മുടെ പേര് സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ ഉൾപ്പെടുവാൻ ഇടയായിത്തീരും. ഇതാണ് വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവസഭകൾക്കുള്ളവർക്കുള്ള ലഭിക്കുന്നത്. പഴയ വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ ജീവിതത്തിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനുശേഷം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, പാപം ചെയ്ത് കഴിയുമ്പോൾ പേര് മായ്ക്കപ്പെടും. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ തിരിച്ച് പേരെഴുതപ്പെടും. ആ നിലവാരത്തിലാണെങ്കിൽ ആ ജീവിതത്തിലെ പേര് കാണുകയുള്ളൂ. എന്നാൽ അവർ മതിലിൻ്റെ ഭാഗമായി തീരാൻ ശ്രേഷ്ഠന്മാരായി തീരുന്നവരുണ്ട്. ഇസ്രായേലിൽ നിന്ന് 144 പേര് അവർ ശ്രേഷ്ഠമേറിയ നിലവാരത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞത്, നമ്മളൊരു സ്റ്റാഗ്നൻ്റ് അവസ്ഥയിൽ പ്രൊമോഷൻ ഇല്ലാത്ത ഒരു ജീവിതമല്ല നമ്മുടേത്. നമുക്ക് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളരാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. ഇപ്പം സഖിരാവ് കണ്ട ദർശനത്തിൽ വിളക്കിനെ കാണിച്ചിരിക്കുന്നത് തലഭാഗത്താകാൻ, തലയ്ക്കൊരു കുടം, അതിനോട് ബന്ധപ്പെട്ട് 7 വിളക്കുകളെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അവിടം വരെ നമുക്ക് വളരാൻ സാധിക്കും. ഭൂമിയിലെ താഴ്ന്ന മണ്ണിൽ നമ്മെ സൃഷ്ടിച്ച കർത്താവ് നമ്മളെ പണിതെടുത്ത് നമ്മെ പാപത്തിൽ നിന്ന് കോരിയെടുത്ത് നമ്മുടെ പേര് ജീവിതത്തിൽ തന്നു. അതിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്കും ദൈവകൃപയിലും നാം വളർച്ച പ്രാപിച്ച താഴ്മയിലും ദൈവവിശുദ്ധിയിലും മുന്നേറി കഴിയുമ്പോൾ നമ്മുടെ പേര് നഗരത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുവാൻ നഗരത്തിൽ കുറിക്കപ്പെടും. അതിൽ നിന്ന് ഉന്നതിയിലേക്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് കുറിക്കപ്പെടുന്നത് ആദിജാതന്മാരുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എത്ര പഞ്ചായത്തിൽ അല്ലെങ്കിൽ എവിടെയെല്ലാം ആൾക്കാർ എഴുതുന്നതാണ് ഇവിടെയുള്ള ജനനമന രജിസ്റ്ററൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് എന്നിട്ട് എത്ര സങ്കീർണം, ഒരാൾ ജനിക്കുന്ന, ഒരാൾ മരിക്കുന്നു. ഇത്രയും വലിയ സങ്കീർണമായിരിക്കുന്ന, ഇപ്പം ലോകത്തുള്ള സകല മനുഷ്യരും ജനിക്കുകയും മരിക്കുകയും രക്ഷിക്കപ്പെടുകയും രക്ഷ നഷ്ടപ്പെടുകയും പല രീതിയിൽ പോകുന്ന ഇതെല്ലാം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ ജ്ഞാനസമ്പൂർണനാ. അവൻ്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും സകല നിക്ഷേപങ്ങളും അവനിൽ ഗുപ്തമായിട്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്, ഓരോ സെക്കൻഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ പേര്, പാപം ചെയ്യുന്നവരുടെ പേര് മായ്ച്ചിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്ന പേര് എഴുതപ്പെടുന്നു. പാതാളത്തിലേക്ക് പോകുന്നവരുണ്ട്, നരകത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇവിടെ എല്ലാം പേര് കൈകാര്യം ചെയ്യുന്ന ആരാന്നറിയാമോ? ഒരുവൻ മാത്രമാ, യേശു ക്രിസ്തു. കൊണ്ട് പറഞ്ഞ അവൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴം എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കണക്കാക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ച് ക്രിസ്തുയേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള എത്രയെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലും സാധിക്കുന്ന കാര്യമാണോ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യരെയും കുറിച്ച് എഴുതുവാനും അവരുടെ പേര് പാപം ചെയ്യുമ്പോൾ മായ്ക്കപ്പെടുവാനും അതുപോലെ തിരിച്ചു വരുമ്പോൾ എഴുതുവാനും? അപ്പോൾ അവരെ ഏത് നിലവാരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളത് അത് അനുദിനം അനുസൃതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിതാവാം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശുവാണ്, കുഞ്ഞാടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത് നമ്മൾ മനസ്സിലാക്കിയാൽ അവൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതിനിടയിൽ കർത്താവ് പറയുക, ഞാൻ അറിയാതെ നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയുമില്ല. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയത്തില്ല. അതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്, അവൻ നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. കർത്താവ് നമുക്ക് വേണ്ടി ലോകത്തിൽ വന്നല്ലോ, അവൻ നമ്മളെ രക്ഷിച്ചല്ലോ, വിടുവിച്ചല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അവൻ്റെ ആ ജ്ഞാനത്തിൻ്റെ ആഴം എന്താണെന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തില്ല. നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവൻ, സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പോൾ ഒതുക്കാൻ കഴിയുള്ളവൻ, പർവ്വതങ്ങളെ തുലാസിൽ വെച്ച് തൂക്കാൻ കഴിയുള്ളവൻ, അങ്ങനെ ആരുണ്ട് ലോകത്തിൽ? അതുകൊണ്ട് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തതയും ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവനോടാണ് നാം ചേരുവാൻ പോകുന്നത്. അത് ഓർക്കുമ്പോൾ നാം എത്രമാത്രം സന്തോഷിക്കണം എന്നറിയാമോ? എത്രമാത്രം നാം ദൈവത്തെ മഹത്വപ്പെടുന്നറിയാമോ? അങ്ങനെ ആഴമേറിയ ഒരു ജീവിതാനുഭവത്തിലേക്ക് നാം ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ അവിടെ ചെല്ലും എന്നുള്ള പ്രത്യാശയാണ് ദൈവം പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്, പ്രിയപ്പെടുക. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. യേശുവിനെക്കുറിച്ച് പഠിക്കുന്നത് ചെറിയ കാര്യമല്ല. നാം ഭാവികാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ചെറിയ കാര്യമല്ല. ലോകത്തിൻ്റെ തിന്മ കുടിച്ച് ആനന്ദിച്ച് ലോകത്തിൽ മരിക്കുക എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ, ഞാനും നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ, ഉല്ലാസ കേന്ദ്രങ്ങളിൽ പോകാറുണ്ട്. പക്ഷേ പോകുമ്പോൾ ഒരു കാര്യം ചെയ്തോളണം, അവിടെ എല്ലാവരും ദൈവത്തെ മറന്നാണ് പോകുമ്പോൾ
അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ അയക്കും. ഉല്ലാസത്തിലേക്ക് എല്ലാവരും പോകുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുവാൻ, നീ ന്യൂ ഇയർ വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ദൈവമക്കൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കൂടി വരികയല്ല ചെയ്യുന്നത്. ലോകം മുഴുവനും മ്ലേച്ഛതയിലേക്കും പാപത്തിലേക്കും മദ്യപാനത്തിലേക്കും പോകുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അതിനാണ് നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപം നിറഞ്ഞ സ്ഥലങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ നമ്മളെ ദൈവം അയക്കുന്നത് അവിടെ അതിനോടൊപ്പം ചേരാൻ വേണ്ടിയല്ല നമ്മളെ ദൈവം അയക്കുന്നത്. അവിടെ വ്യത്യസ്തമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ഒരു മിനിറ്റെങ്കിലും പ്രാർത്ഥിപ്പാൻ വേണ്ടിയാ, ഇടിവിൽ നിൽക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ അയക്കുന്നതെന്ന് ഓർക്കുക. ലോകം ആഘോഷത്തിലേക്ക് പോകുമ്പോൾ ദൈവജനം പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കണം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരുവനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഇനി ക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് വരുമ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ ഇപ്പോൾ തന്നെ പലരും പല കാര്യങ്ങളുടെ ബന്ധത്തിൽ പിടിച്ചു നിൽപ്പിന് വേണ്ടി പലതിനോട് ചേർന്നുകൊണ്ടിരിക്കുക. പണ്ട് മാറി നിന്നതെല്ലാം ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുക. പണ്ട് പലതിനും വചനത്തിന്റെ സത്യത്തിന് വേണ്ടി നിന്നവർ പലരും ഇന്ന് അതിനെ അഴിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടി. ഞാനൊരു കാര്യം പറയാം, എത്ര നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിച്ചാലും ഈ കർത്താവിൻ്റെ മധ്യാകാശവാദ വിശേഷം അതിനോടുള്ള അനുബന്ധമായിട്ട് സകല ജാതികളും ദൈവമക്കളെ വെറുക്കും. യേശുവിൻ്റെ പേരിനെ വെറുക്കും. അനേകർ കൊല്ലപ്പെടും. അത് സംഭവിക്കും. അനേക ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ ഇല്ലാതായിത്തീരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ആരെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള ഇടുവാൻ ശ്രമിച്ചാലും, ആരോടെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ പോയാലും, പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും സഭ എടുക്കപ്പെടുന്നവരെ ഇവിടെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാലും ശേഷമായി വിശ്വാസത്യാഗം സംഭവിക്കും. ദൈവം അന്ന് വിശ്വാസം വേണ്ടി നിൽക്കുന്നവർ അവർ ഉപദ്രവിക്കപ്പെടും, കൊല്ലപ്പെടും. ഇതൊക്കെ സംഭവിക്കും. പ്രിയപ്പെട്ട ആദ്യത്തെ 3.5 വർഷം കുഴപ്പം കാണത്തില്ല. 3.5 വർഷം കഴിയുമ്പോൾ ആദ്യമുള്ള 3.5 വർഷം സാത്താൻ വഞ്ചിക്കുകയും വശീകരിക്കുകയും അവൻ്റെ തനി സ്വഭാവം വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യും. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ കൊണ്ടിരുന്നവനാണ് എതിർ ക്രിസ്തു എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് വരാൻ പോകുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വിശ്വാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി, ഈ ദിവസങ്ങളിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അത് വരും എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ തടയിടാൻ വേണ്ടി നാം എന്തെല്ലാം ആഘോഷിച്ചാലും വരാനുള്ളത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസം നിർമ്മലതയ്ക്ക് വേണ്ടി നിൽക്കുക. നമ്മളാരും ആഘോഷിച്ചല്ല ആരെയും വിശ്വാസത്തെ കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞത് സുവിശേഷം അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം അറിയിച്ച് സത്യവചനം പറഞ്ഞു പോകുക, അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഇതിനെ നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും നിറവേറപ്പെടുകയില്ല. അതൊക്കെ മനുഷ്യൻ്റെ വെറും ചിന്തകൾ മാത്രമാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നിറവേറപ്പെടുകയുള്ളൂ. അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് നിറവേറപ്പെടുക തന്നെ ചെയ്യും. എതിർ ക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ വരുന്നത് എപ്പോഴാണെന്ന് മനസ്സിലായി. 24 മൂപ്പന്മാർ സിംഹാസനത്തിരുന്ന് അവർ അധികാരം പ്രാപിക്കുന്നവരോടുള്ള ബന്ധത്തിൽ അധികാരമുള്ളവരായി തീരുമ്പോൾ, കുഞ്ഞാടിനെ വെളിപ്പെടുത്തുമ്പോൾ, കുഞ്ഞാട് പിതാവാം ദൈവത്തെ കഴിക്കുന്ന പുസ്തകം അത് തുറക്കുമ്പോഴാണ്, ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത്. അപ്പോൾ അതേക്കുറിച്ച് ദാനിയേൽ പ്രവചനം 7-21 വാക്യത്തിൽ പറഞ്ഞ വയോധികനായി വന്ന് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ന്യായവിധി നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുമ്പോൾ ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെടുമെന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 7-21-22 വാക്യങ്ങൾ. യേശു ജയാളിയാണ്. അപ്പോൾ യേശു ഇനി ജയിക്കാൻ വേണ്ടിയല്ല വരുന്നത്. കാരണം അവൻ എന്നും ജയാളിയാണ്. അവൻ ഒരു സമയത്തേക്ക് ജയിക്കാൻ വേണ്ടി വരുന്നില്ല. അവൻ എന്നും ജയാളിയാണ്. മരണത്തെ ജയിച്ചു അവൻ പോയി. ഇനി അവൻ ഒരിക്കലും ജയിപ്പാനായിട്ടല്ല വരുന്നത്. എന്നാൽ ഈ സാത്താൻ വരുന്നത്, അവൻ വരുന്നത് ജയിക്കുന്നതിനായും ജയിപ്പാനായിട്ടാണ് വരുന്നത്. ആരോടാണ് അവൻ ജയിക്കുന്നത്, ആരെയാണ് പരാജയപ്പെടുത്തുന്നുള്ളത് നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം പഠിച്ചതിന് ശേഷമായി അതിൻ്റെ 1-2 വാക്യങ്ങൾ പഠിച്ച് നമ്മൾ ബാക്കി എതിർ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം 2 വാക്യങ്ങൾ പറയുന്നത് മുദ്രകളിൽ ഒന്നാമത്തെ മുദ്ര, 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം തുറക്കുകയല്ല, ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 4 ജീവികളിലൊന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവാന്ന കുഞ്ഞാടിനോട് ശുശ്രൂഷയോട് ബന്ധത്തിൽ കാണപ്പെടുന്ന ദൈവസഭയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു.
അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടം ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പോൾ ആരെയാണ് ജയിക്കുന്നവന് എന്നുള്ളതിനെക്കുറിച്ച് തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്? കുഞ്ഞാട് മുദ്രകളൊന്ന് പൊട്ടിക്കുമ്പോഴാണ്. അപ്പോൾ ആ കുഞ്ഞാട് മുദ്രകളൊന്ന് പൊട്ടിക്കുമ്പോൾ ഇവൻ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയതുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നാം ചോദിക്കും, എന്തിനു വേണ്ടിയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്? ഇനി അവൻ്റെ കയ്യിലിരിക്കുന്ന വില്ലെന്താണ്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നാം ചിന്തിക്കണമല്ലോ. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇവൻ്റെ കയ്യിലെ വില്ലിനെക്കുറിച്ച് നാം പഠിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ അഥവാ സഭയെടുക്കപ്പെട്ട് കഴിയുമ്പോൾ സാധാരണ മഹോദ്രവർ അവൻ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ എല്ലാവരെയും പീഡിപ്പിക്കുകയോ കൊല്ലുകയൊന്നും ചെയ്യത്തില്ല. കാരണം അവൻ വഞ്ചിക്കുന്നവനാണ്. കോപത്തോടു കൂടി അവൻ പുറമെ അവൻ സ്നേഹം കാണിച്ചുകൊണ്ട് ഉള്ളിൽ കോപം സംഗ്രഹിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഏദനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് സ്നേഹമല്ലായിരുന്നു, വൈരാഗ്യമായിരുന്നു, അസൂയായിരുന്നു, നശിപ്പിച്ചു കളയാൻ വേണ്ടിയായിരുന്നു. ദൈവത്തോടു കൂടെ ചേർന്ന് നിന്നിരുന്ന ആദമിനെയും ഹവ്വയെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവൻ പുറമെ എന്ത് ചെയ്തത്? വഞ്ചനയുടെ മുഖമെടുത്തത്. അത് ഏദനിൽ പ്രത്യക്ഷപ്പെട്ട പാമ്പിൻ്റെ സ്വഭാവമാണെങ്കിൽ മുഴുബലത്തോടുകൂടി ഇവിടെ വരുന്ന സാത്താൻ അവൻ്റെ തനി സ്വഭാവം വെളിപ്പെടുത്തുമ്പോൾ പുറമെ 3.5 വർഷക്കാലം അവൻ വലിയ വഞ്ചനയുടെ ശക്തി ഉപയോഗിക്കും. പക്ഷെ അകത്ത് മുഴുവനും കയ്പും വൈരാഗ്യവും കൊലപാതകവും ആണ് അവൻ്റെ അവൻ്റെ ഹൃദയത്തിലുള്ളത്. അത് മുഴുവനും ലോകത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി അവൻ വ്യഗ്രത കാണിക്കും. ഏദനിൽ വഞ്ചിച്ചാണ്, വശീകരിച്ചാണ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അസൂയയും പകയും വൈരാഗ്യവും തീർത്തത്. ആദിമ മനുഷ്യനെ കണ്ടപ്പോൾ, ദൈവത്തോടു കൂടെ സംസർഗമുള്ള മനുഷ്യനെ കണ്ടപ്പോൾ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി പഴയ പാമ്പായിരിക്കുന്ന സാത്താൻ അവൻ അന്ന് അവിടെ വന്നിട്ട് അവരെ പരാജയപ്പെടുത്തുകയല്ല ചെയ്തത്, നേരിട്ട് പരാജയപ്പെടുത്തുകയല്ല ചെയ്തത്. അവൻ എന്താ ചെയ്തത്? ഉപായം ഉപയോഗിച്ച് ചതിച്ചു. മനുഷ്യനെ ചതിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് വശീകരിച്ചതുപോലെയാണ് എതിർക്രിസ്തുവിൻ്റെ ആരംഭിക്കുന്നതിന് മുമ്പായി സാത്താനിക മഹോദ്രവത്തിൽ അവൻ ചാടിക്കുന്ന അവൻ്റെ ദുരുപദേശങ്ങൾ. അങ്ങനെയല്ലേ നമുക്ക് ഇതെവിടെയാ തുടങ്ങിയത്? എവിടെയാ? ആദത്തെയും ഹവ്വയെ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞ ഉപദേശത്തിൻ്റെ ശക്തി എന്ന് വ്യാപരിച്ചപ്പോൾ അവൾ വീണു പോകാനിടയായി തീർന്നു. അവളുടെ അടിസ്ഥാനം മറിഞ്ഞുപോയി. ദുഷ്ടന്റെ മുമ്പിൽ അവൾ കലങ്ങിപ്പോയി. അതോടുകൂടി അവൾ താപത്തടിമപ്പെട്ടു. വഞ്ചനയുടെ സാത്താൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടപ്പോൾ, ഉപദേശം കേട്ടപ്പോൾ വിചാരിച്ചു ഗുണത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ആ ഉപദേശം ആദ്യമായി സാത്താൻ ഒഴുക്കിയ വെള്ളം അത് ഏദനിലാണ്. അവൻ ദുരുപദേശം, അവൻ ദുഷ്ടത അവൻ മനസ്സിൽ വെച്ചുകൊണ്ട് വഞ്ചിച്ച് ആദ്യ സ്ത്രീയായിരുന്ന ഹവ്വയെ ഒഴുക്കിക്കളയേണ്ടിടയായി തീർന്നു. അന്ന് ഒഴുകിപ്പോയി അവള്. അതോടുകൂടിയാണ് അവിടെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയത്. ആദമും ഹവ്വയും എന്ന കുടുംബം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാനിടയായി തീർന്നെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് സാത്താനിക മഹോദ്രവത്തിൽ സാത്താൻ അവൻ്റെ വായിൽ നിന്ന് ഒഴുക്കുന്നത് സ്നേഹം പൊതിഞ്ഞിരിക്കുന്ന കാര്യമായിരിക്കും. വെള്ളി അതേക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഹൃദയത്തിൻ്റെ അകത്ത് മുഴുവനും വഞ്ചന വെച്ചുകൊണ്ട് പുറമെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ വെള്ളി പോലെ ഇരിക്കും, പക്ഷെ അകത്ത് മുഴുവനും കീടമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ സാത്താൻ അനേകരെ വഞ്ചിക്കുന്ന കാലഘട്ടമാണ് 3.5 വർഷം. ഇപ്പം 3.5 വർഷം ദൈവം പ്രത്യേക അധികാരവും അന്ന് കൊടുക്കുന്നുണ്ട്. കാരണം അന്ന് പിടിച്ചു നിൽക്കാനുള്ള സംരക്ഷണം കൊടുക്കുന്നത് 2 ചിറകിൻ്റെ സംരക്ഷണം കൊടുത്ത് സ്ത്രീയുടെ സന്തതിയെ ശേഷിപ്പുള്ള ദൈവകൽപ്പന പ്രമാണിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാർ ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവരെയും അവരെ സംരക്ഷിക്കുന്നതാണ് ഒരു ചിറകെങ്കിൽ, രണ്ടാമത്തെ ചിറകിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ സാക്ഷികളെ സംരക്ഷിക്കുന്നതാണ് രണ്ടാമത്തെ ചിറക്. അപ്പോൾ അവരെ ഒരുമിച്ചല്ല സംരക്ഷിക്കുന്നത്, രണ്ടായിട്ടാണ് സംരക്ഷിക്കുന്നത്. കാരണം യഹൂദനും അവൻ്റെ പ്രമാണങ്ങളും ഒരിക്കലും സുവിശേഷത്തോട് ചേർന്ന് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീയേക്ക് അവളുടെ പറന്നു പോകാൻ 2 ചിറകിൻ്റെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. ഒന്ന്, ഒരു ചിറകിൻ്റെ കീഴിൽ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലുള്ള ബന്ധത്തിൽ സംരക്ഷണം കൊടുക്കുമ്പോൾ, മറുഭാഗത്ത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള അവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന സംരക്ഷണമാണ്. അത് സ്ത്രീയുടെ സന്തതിയെ ശേഷിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഇവരെ സംരക്ഷിച്ച് നിർത്തുന്ന 3.5 വർഷം ദൈവം അവരെ സംരക്ഷിച്ച് നിർത്തും. 3.5 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കയ്യിൽ വില്ലും പിടിച്ച് വെള്ളക്കുതിര പുറത്ത് വരും. വെള്ളക്കുതിര വെള്ളയെ കാണിക്കുന്നത് സമാധാനത്തെ കാണിക്കുന്നത്. പക്ഷേ ഇവനിവിടെ വരുന്നത് സമാധാനം സ്ഥാപിച്ചെടുക്കാം. അപ്പോൾ സാത്താൻ്റെ ഉപദേശ മുഖാന്തരമായിട്ട് അവൻ അന്ന് പ്രസംഗിക്കുന്നത്, അവൻ പറയുന്നത് ലോകത്തിൻ്റെ ഭരണം അവൻ നിയന്ത്രിക്കാം,
ഒരു ഏകലോക ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ലോകത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും. ഇപ്പോൾ നമുക്കെതിരായി നിൽക്കുന്നവരെ അവരെ അവരെ ഒതുക്കണമെങ്കിൽ ഒരു ഏകലോക ഭരണ സംവിധാനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വട്ടം കൂട്ടി കഴിയുമ്പോഴാണ് ഒരു കിരീടം ലഭിച്ചവനായി എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നത്. അവൻ്റെ കയ്യിരിക്കുന്ന വില്ലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹസ്കേൽ 39 അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രോഷ്, മേശക്ക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് പർവ്വതങ്ങളിൽ വരുത്തും. നിന്റെ ഇടം കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. ഇവിടെ വില്ലും അമ്പിനെ കുറിച്ച് പറയുക, നിന്റെ ഇടം കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. യഹസ്കേൽ പ്രവചനം 39 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകവും കർത്താവിന്റെ മഹത്വ പ്രതിഷ്ഠ മുമ്പ് നടക്കേണ്ട സംഭവങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗോഗ് ദേശത്തിലെ മാഹുക്കിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഗോഗ് ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ നോഗയുടെ മകനായിരിക്കുന്ന യാഫേദിന്റെ തലമുറയിൽപ്പെട്ടവരാകുന്ന ഈ മാഗോ ദേശത്തിലെ ഗോഗ്. ഉൽപ്പത്തി പുസ്തകം 10 അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 1 വൃത്താന്തങ്ങളുടെ പുസ്തകം വംശാവലി എഴുതുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെ 7 വരെയുള്ള വാക്യങ്ങൾ കാണാം. ഇവരുടെ വാസസ്ഥലം ഇസ്രായേലിന് വടക്ക് ഭാഗത്തായിട്ടാണ് ഇവർ വസിക്കുന്നത്. ലോകാവസാനത്തിൽ നടക്കുന്ന അപ്പം ഗോഗ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ളവരാണ് ഈ പറയുന്ന ഗോഗ് വംശത്തിൽപ്പെട്ടവർ. അപ്പോൾ അത് നമുക്കറിയാം ഏതൊക്കെ രാഷ്ട്രങ്ങളാണെന്നുള്ളത്. റഷ്യ, അതുപോലെ തന്നെ അശൂർ ഉൾപ്പെടെയുള്ള ദേശങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ഗോഗിൻ്റെ ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് വേണ്ടി സകല ജാതികളുടെ മേധാവായിട്ട് പുറപ്പെടുന്ന ഗോഗായിരിക്കും, അവനെ അത് അശൂർ ദേശത്തു നിന്നുള്ളവരായിരിക്കും എന്നാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്. അശൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അശൂർ രാജ്യം, സിറിയ അവളുടെ ബന്ധത്തിലുള്ള ഭാഗങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. വഞ്ചകനായവനും പടക്കൂട്ടങ്ങളും ഇസ്രായേലിന് വിരോധമായിട്ടാണ് ഒന്നിച്ച് കൂടി വരുന്നത്. അന്ന് ദൈവം അവൻ്റെ ഇടം കൈയിലെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് അമ്പ് വീഴിക്കുമെന്നാണ് പ്രവചനം പറയുന്നത്. ഇവിടെ അവൻ്റെ വലം കൈയിൽ ഒരു വില്ല് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലിരിക്കുന്ന അവൻ്റെ കയ്യിലൊരു വില്ലുണ്ട്. അവന് ഒരു കിരീടം ലഭിച്ചു. അവൻ ജയിപ്പാനായും പുറപ്പെട്ടപ്പോൾ വില്ല് കയ്യിൽ പിടിച്ച് വരുന്ന വെള്ളക്കുതിരപ്പുറത്ത് യേശു പ്രത്യക്ഷപ്പെടുന്ന വില്ല് കൈ പിടിച്ചല്ല വരുന്നത്. വില്ല് കൈ പിടിച്ചല്ല കർത്താവ് വന്നത്. അവൻ വന്നത് നമുക്കറിയാം. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് അവൻ സമാധാനത്തിൻ്റെ ദൈവമായിട്ട് കഴുതപ്പുറത്താണ് വന്നത്. അവൻ്റെ കൈവശം വില്ലുമില്ലായിരുന്നു, അമ്പുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ വരുന്നത് യേശു ക്രിസ്തു അല്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചല്ല രേഖപ്പെടുത്തിയത്. മഹത്വ പ്രത്യക്ഷതയല്ല. ചിലതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയാണെന്ന് വിചാരിക്കും. അല്ല, കർത്താവ് എന്തിനാ വില്ലുമായിട്ട് വരുന്നത്? വില്ലെന്തിനെ കാണിക്കുന്നു? അവൻ്റെ കയ്യിലുള്ള വില്ല് എന്താണെന്നുള്ളത് തുടർന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വഞ്ചനയാണെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ വചനത്തിന് തെളിവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സങ്കീർത്തനം 78 അധ്യായം 57, ഹോശേയ 7 അധ്യായം 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുപോലെ യിരെമ്യാവിൻ്റെ സങ്കീർത്തനം 120 സങ്കീർത്തനം 2, 3 വാക്യങ്ങൾ, യിരെമ്യാവിൻ്റെ പുസ്തകം 9 മുതൽ 3 വരെ 8 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ വഞ്ചനയാകുന്ന വില്ലെന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സങ്കീർത്തനം 78 57 പറയുന്നത്, അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു, വഞ്ചനയുള്ള വില്ലുപോലെ മാറിക്കളഞ്ഞു. അപ്പോൾ സാത്താൻ്റെ കയ്യിലിരിക്കുന്ന വില്ല് കാണിക്കുന്നു, അവൻ്റെ പ്രവൃത്തിയെ കാണിക്കുന്നു, അത് വഞ്ചനയെ കാണിക്കുന്നു. അപ്പോൾ ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന പുറമേ വരുന്ന സമാധാനത്തിലാണ് വരുന്നത്. അപ്പം വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത്, യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ സമാധാനം നൽകാൻ വേണ്ടി എന്തിനാണ് അവൻ സമാധാനം നൽകാൻ വേണ്ടി വരുന്നത്? എന്താണ് അന്നത്തെ ലോകത്തിൻ്റെ അസ്വസ്ഥത? എന്താണ് പ്രശ്നം? അന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? അത് മറ്റൊന്നുമല്ല, 2 സാക്ഷികളാണ്. അന്ന് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന സാക്ഷ്യം തികഞ്ഞേക്കുന്ന വായിൽ നിന്ന് പുറപ്പെടുന്ന തീയും, അതുപോലെ തന്നെ അവർ പറയുമ്പോൾ ആകാശം അടഞ്ഞു പോകുന്നതും വെള്ളത്തെ രക്തമാക്കുന്നതും സകല ബാധ കൊണ്ടും ഈ സകലത്തെയും ബാധിക്കാമെന്നുള്ളത് വരുമ്പോൾ അന്നത്തെ ലോകത്തിന് നിത്യക്കളിയില്ലാതെ വരുന്നു. അന്ന് പൈശാചികന്റെ ഇഷ്ടം പോലെ അധർമ്മം പ്രവർത്തിപ്പാൻ, വഞ്ചന പ്രവർത്തിപ്പാൻ, സുബോധം നഷ്ടപ്പെടുത്തി കളയാൻ, അശുദ്ധി ജീവിക്കുന്നവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ സാത്താനിക ഭരണത്തിൻ്റെ മഹോത്സവത്തിലുണ്ടാകുന്നത്. ഇവിടെ മനസ്സിലായി. ഇപ്പം തന്നെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കല്ലോ. വിവാഹം വേണ്ട, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണോ
കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ടിരുന്നത് അത് ഓരോ വർഷം ചെല്ലുന്തോറും അത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും തമ്മിൽ വിവാഹം കഴിക്കാം, അതുപോലെ തന്നെ പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാം. ഇങ്ങനെയുള്ള നിയമങ്ങളെയും സമയങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അപ്പോൾ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുന്നു. അപ്പോൾ ദൈവം തന്നിരുന്ന ആ നിയമങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കണമെന്നുള്ളതും അതേക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ന് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നുവോ ആ വചനങ്ങൾ ഒന്നൊന്നായി അഴിയപ്പെടും. എന്ന് പറഞ്ഞാൽ അഴിക്കാൻ വേണ്ടി ശ്രമിക്കും, അതിനെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കും. അന്ന് ഒരു വിചാരിക്കും ആ ഒരു കാലം എത്ര നല്ല, ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു കാലം എന്ന് പറഞ്ഞാൽ ഒന്നും ആർക്കും ഒരു റെസ്ട്രിക്ഷൻ വരുന്നില്ല. അന്ന് സദാചാരത്തിൻ്റെ വിഷയം വരുന്നില്ല, ദൈവികതയുടെ വിഷയം വരുന്നില്ല. അതുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. മതങ്ങളെയോ ദൈവങ്ങളോ ഇഷ്ടപ്പെടാത്ത നിർമ്മതസ്ഥരായിട്ടുള്ളവർ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാക്കുക, ഇപ്പോൾ ദൈവമെന്നോ പൂജാവിഷയമെന്നോ എന്നുള്ളതിനെ എല്ലാം ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് ഇതിനെല്ലാം മീതെയായിട്ട് അധർമ്മത്തിൻ്റെ മർമ്മം മ്ലേച്ഛതയുടെ ഒരു ഭരണം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി വരാൻ പോവുകയാണ്. ഇന്നുണ്ടായിരിക്കുന്ന വ്യവസ്ഥിതികളെല്ലാം മാറി. ഇന്ന് പരസ്പരം മാന്യതയും അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവഭീതിയും ഭയവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, ജീവിതത്തിൽ പാപം ചെയ്യാതെ ഒരു പരിധിവരെ അവനെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. അന്നത്തെ നിയമസംഹിതകൾ തന്നെ മാറ്റി എഴുതപ്പെടും. പാപം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, എന്ത് അശുദ്ധിയും ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് അന്നത്തെ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്നത് ഈ പറയുന്ന സാക്ഷികളുടെ സമൂഹങ്ങളാണ്. അപ്പോൾ ഇവരാണ് അന്നത്തെ സാത്താനിക ഇഷ്ടത്തിന് വിരുദ്ധമായി നിൽക്കുന്നതുകൊണ്ട് അവരാണ് ലോകത്തിൻ്റെ ശത്രുക്കളായിട്ട് കാണുന്നത്. അപ്പോൾ അവരെ ജയിക്കാൻ വേണ്ടിയാണ് എതിർ ക്രിസ്തു വരുന്നത്, അല്ലാതെ വേറെ ആരും ജയിക്കാൻ വേണ്ടിയല്ല അവൻ വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവൻ്റെ പിന്നാലെ, അവൻ്റെ ഉപദേശത്തിന് പിന്നാലെ പോകുമ്പോൾ എന്തിനും സ്വാതന്ത്ര്യം, എന്തുമായി തീരാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അന്നൊരു മൃഗീയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. എല്ലാ വ്യവസ്ഥാപിതമായിരിക്കുന്ന സദാചാരത്തിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന സാമൂഹിക കെട്ടുപാടുകളെയും ഇല്ലാതാക്കി കളയുന്ന ഒരു 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 അന്തരീക്ഷത്തിലേക്ക് ലോകം കൂപ്പുകുത്തുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അത് ആസന്നമായി വരാൻ പോകുന്നതിനാൽ അതിനു മുമ്പായി പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ ഒരുക്കിയെടുക്കും എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധയോടും വളരെയധികം ദൈവിക കൃപയോടും കൂടി നാം എന്നെടുക്കപ്പെട്ടാൽ നാം ഒരുമിച്ച് നാം എടുക്കപ്പെടണം. നാം ജീവിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മരിച്ച ലോകത്തു നിന്ന് മാറിയാലും തികവ് പ്രാപിച്ചേ മരിക്കാവുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു പോകുന്നത്, മനസ്സിലാക്കി പോകുന്നത് ഈ ഒരു കാലഘട്ടം വരുമെന്നുള്ളതിൻ്റെ തെളിവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ക്രിസ്ത്യൻ രാജ്യങ്ങൾ അസ്തമിച്ചു പോകും, ലോക സുവിശേഷീകരണമെത്തും. അത് ഉപദ്രവം സഹിക്കുമ്പോൾ അന്ന് അവർ ചോദിക്കും യേശു ആരാണെന്നുള്ളത്. അങ്ങനെ അപ്പോൾ അവിടെ വെച്ച് സുവിശേഷം അറിയും. കർത്താവ് സുവിശേഷം ലോകത്തെ എല്ലായിടത്തും എത്തിക്കും എന്ന് കണ്ടുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം ക്രിസ്ത്യ രാഷ്ട്രങ്ങളായി മാറുമെന്നല്ല ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള കാലങ്ങൾ വരുമ്പോൾ പരിശുദ്ധമായിരുന്ന സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലങ്ങൾ വരുന്നത് വിശ്വാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്നൊന്നായി രാഷ്ട്രങ്ങൾ അത് ദൈവഭാഗത്തുനിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വഞ്ചനയുള്ള വില്ല് പോലെയായിരുന്ന വഞ്ചനയാണ് വില്ലിനെ കാണിക്കുന്നതാണ് സാത്താൻ്റെ കയ്യിരിക്കുന്ന വില്ല് കാണിക്കുന്നത്. യോശേപ്പ് 7-ാം അധ്യായം അവർ തിരിയുന്ന മേലോട്ടതല്ലാതാനും അവർ വഞ്ചനയുള്ള വില്ല് പോലെ ആകുന്നു. അവിടെ പ്രഭുക്കന്മാർ അവൻ്റെ ക്രോധം നിമിത്തം വാളുകൊണ്ട് വീഴും. വഞ്ചനയുള്ള വില്ല് പോലെ. വില്ലെന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അവർ നാവ് വളയ്ക്കുന്നത് വഞ്ചനയ്ക്ക് വേണ്ടിയായിരിക്കും. പരസ്പരം വഞ്ചിക്കുന്ന ഒരു ലോകം എന്നാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. എന്നത്തെ കാലമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഈ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ, അഥവാ ഇന്ന് കാണുന്ന ലോക വ്യവസ്ഥിതി അത് വേഗത്തിൽ തന്നെ ദോഷത്തിൽ മുതിർന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോകുന്നുവെന്ന് ദൈവവചനത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. അതേക്കുറിച്ച് പഴയ നിയമത്തിലും പ്രവചനമുണ്ട്, ലേഖനങ്ങളിലും അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടമനുഷ്യരും മായാവികളും
വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ ഇതാണ് കാണിക്കുന്നത്. വില്ലിനെ കാണിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ വഞ്ചനയെ കാണിക്കുന്നു. വില്ലുപോലെ വളഞ്ഞിരിക്കുന്ന ഒരു സത്യമില്ലാത്ത വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ടൊരു രോഗം. എല്ലാവരും പരസ്പരം വഞ്ചിക്കും. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കും, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കും, മക്കൾ അമ്മയപ്പന്മാരെ വഞ്ചിക്കും, മക്കൾ മാതാപിതാക്കൾ അമ്മയപ്പന്മാരെ വഞ്ചിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും വഞ്ചന മാത്രമേ കാണുകയുള്ളൂ ലോകത്തിലേക്ക് വരുമ്പോൾ. എന്നാൽ അതിൻ്റെ ഇടയിലും തുരുത്തുകൾ പോലെ ദൈവത്തിൻ്റെ സാക്ഷ്യത്തെ വഹിക്കുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അന്നും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടരും, അതുപോലെ തന്നെ സഭയുടെ ശേഷിപ്പാലിക്കുന്ന സുവിശേഷത്തിൻ്റെ വിത്ത് വീണവരും അന്നും നിലനിൽക്കും. അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ ഇതിനെതിരായിരിക്കും. ബാക്കിയുള്ളവർ മുഴുവനും വഞ്ചനയുടെ ലോകത്തിലേക്ക് പോകും. വഞ്ചന മാത്രമേ കാണുകയുള്ളൂ. അവിടെ വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ വില്ലിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. അതിനെയാണ് സാത്താൻ മൃഗത്തിൻ്റെ കയ്യിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ കയ്യിരിക്കുന്ന വില്ല് കാണിക്കുന്നത്, വഞ്ചനയെ കാണിക്കുന്നതെന്ന് ഹോശയുടെ പ്രവചനവും സങ്കീർത്തനങ്ങളുടെ പ്രവചനവും എടുത്ത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സങ്കീർത്തനം 120:2-3 യഹോവേ, വ്യാജമുള്ള വചനങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്തു വരും? നിനക്ക് ഇനി എന്ത് കിട്ടും? ഇപ്പോൾ വഞ്ചിക്കുന്ന ഒരു വഞ്ചനയുള്ള നാവ് വളരെ ചുരുക്കമാണ് എന്ന് പറഞ്ഞാൽ വലിയ അധികം ആൾക്കാരെ ഇന്നും ഉണ്ട്, ഇല്ലെന്നല്ല, ഇത് ഉണ്ട്. ഈ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പക്ഷേ അത് കുറവാണ്. എന്നാൽ വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവിയെ നിനക്ക് എന്ത് വരും? ഇപ്പോൾ വില്ലുപോലെ അന്ന് നാവ് അവർ വളയ്ക്കുന്നത് അത് വഞ്ചനയ്ക്ക് വേണ്ടിയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നേർചിത്രമാണ് നമുക്ക് ഈ യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ ലോക നേതാവായി പ്രത്യക്ഷപ്പെടുന്ന എതിർ ക്രിസ്തു വഞ്ചനയുള്ള നാവിന് ഉടമയാണെങ്കിൽ അവൻ്റെ ഭരണത്താൽ ഉളവാകാൻ പോകുന്ന ആണ് ഭൂമിയിലെ പൈശാചിക സാമ്രാജ്യത്വം. അപ്പോൾ അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പം നേതാവ് വഞ്ചനയുള്ളവരാണെങ്കിൽ അവൻ്റെ പ്രജകളും വഞ്ചനയിൽ മുമ്പിൽ നിൽക്കുന്നവരായിരിക്കും. പക്ഷെ ഇന്ന് കർത്താവിനെ വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ ആ സത്യവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെ ദൈവമക്കളെ, ദൈവമെന്ന് വിശ്വാസമുള്ളവൻ്റെ ഉള്ളിൽ ഒരു സത്യത്തിൻ്റെ കണികയില്ലേ? പ്രത്യേകിച്ച് ദൈവമക്കളാണ് നമുക്ക് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു അസത്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേദന ഉണ്ടാകും. കാരണം അത് മനസ്സാക്ഷിയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം നമുക്കൊരു നിർമ്മലമായ മനസ്സാക്ഷിയെ തന്നിട്ടുണ്ട്. അത് ദൈവമായ കർത്താവ് അവൻ്റെ കയ്യിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. യേശുവിനെ കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതിരുന്നു, എന്നിട്ടും അവൻ ശിക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. എന്താ പറയുക? യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് വഞ്ചനയൊന്നുമില്ലാത്ത ക്രിസ്തു, അവനെ അനുഗമിക്കുന്ന നമ്മളും വഞ്ചനയൊന്നുമില്ലാത്തതായിരിക്കും. നമ്മുടെ വാസസ്ഥലത്ത് വഞ്ചന കാണാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വഞ്ചിക്കുന്ന ഒന്നും കാണാൻ പാടില്ല. ഒരു മനുഷ്യനെ പോലും വഞ്ചിക്കുന്ന വാക്കുകളോ വഞ്ചിക്കുന്ന ചിന്തകളോ ദൈവമക്കളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ വാസസ്ഥലമാകുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വഞ്ചനയുടെ യാതൊരുവിധമായ ശക്തികളുമില്ല, വഞ്ചനയുടെ യാതൊരു ചിന്തകളുമില്ല. അതല്ലേ നമ്മൾ ദൈവമക്കളാകുന്നത്, സത്യത്തിൻ്റെ മക്കളാകുന്നത്, വെളിച്ചത്തിൻ്റെ മക്കളാകുന്നത്. അങ്ങനെയല്ലേ? ഇരുളിൻ്റെ യാതൊരു പ്രവൃത്തി നമ്മൾ ഇല്ലാതിരിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുന്നില്ലേ? അതെ, ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കും, അതെ, നമ്മൾ ആഘോഷങ്ങളിലല്ല കാണിക്കുന്നത്, നമ്മൾ ലൈറ്റ് ഇട്ടോ എന്തെങ്കിലും കാണിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ വെളിച്ചമാക്കണം. അതിൻ്റെ പ്രധാന കാരണം പുറമേ നീ സ്റ്റാർ തൂക്കിയുണ്ടോ, പുറമേ ലൈറ്റ് ഇട്ടുകൊണ്ടോ, അത് പുറമേ ഉള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അകത്ത് വെളിച്ചം വന്നു കഴിയുമ്പോൾ അവിടെ പിന്നെ വഞ്ചന കാണത്തില്ല, ആരെയും വഞ്ചിക്കാൻ കഴിയത്തില്ല. രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ നാം നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരെയും വഞ്ചിക്കാനുള്ള മനോഭാവമില്ല, വഞ്ചന നമ്മളിൽ വസിക്കുന്നില്ല. അതിനെയാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ദൈവിക ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ഇത് മാറി ഇരുൾ ലോകത്തിൽ വരുമ്പോൾ, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ വയ്യാത്ത ഇരുൾ വ്യാപരിക്കുമ്പോൾ, അന്ന് പ്രത്യക്ഷപ്പെടുന്ന പൈശാചികൻ വഞ്ചനയുള്ള നാവിനുടമയാണ്. അവൻ്റെ ഹൃദയം മുഴുവൻ വഞ്ചനയാണ്.
അവൻ അത് മുഴുവനാണ് വെളിപ്പെടുത്തുന്നത്. ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ സാത്താൻ അവൻ്റെ വഞ്ചനയുടെ ശക്തി ഉപയോഗിക്കും. വഞ്ചനയുള്ള സാത്താൻ ഉപദേശമാ അവൻ പറയുന്നെങ്കിൽ അവൻ്റെ ഉപദേശത്തെ, വഞ്ചനയുടെ ഉപദേശത്തെ നടപ്പാക്കാൻ വേണ്ടി വരുന്നവനാണ് കയ്യിൽ വില്ല് കാണിച്ചിരിക്കുന്നത്. സാത്താന്റെ വായിൽ നിന്നാണ് ദുരുപദേശം വെള്ളം പോലെ വീഴുന്നത്. അപ്പോൾ അത് നടപ്പാക്കണമെങ്കിൽ ആര് വരണം? അത് പ്രവർത്തിക്കുന്ന ഒരുവൻ വരണം. അവനാണ് മൃഗമായിരിക്കുന്നത് ക്രിസ്തു. നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ വായിൽ നിന്ന് സത്യത്തിൻ്റെ വചനങ്ങളാ വരുന്നത്. ആ സത്യത്തിൻ്റെ വചനത്തെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് കർത്താവ് യേശു ലോകത്തിൽ വന്നത്. അതിനെ കർത്താവ് എന്ന് പറയാൻ കാരണം പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ ഉപദേശത്തെ, സ്നേഹത്തെ അവനെ വെളിപ്പെടുത്തി, അതവൻ ജീവിതത്തിൽ ഇവിടെ വെളിപ്പെടുത്തി. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവായി തീർന്നു. പിതാവാം ദൈവത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ, സ്നേഹം അത് ക്രിസ്തു പ്രദർശിപ്പിച്ചു. എന്നാൽ മറുഭാഗത്ത് ഇരുളിൻ്റെ ശക്തിയായിരിക്കുന്ന സാത്താൻ അവൻ്റെ ദുരുപദേശങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും പ്രവർത്തിക്കുന്നത് വില്ലുപോലെ വഞ്ചിക്കുന്നവൻ അതവൻ പ്രവൃത്തിയോടെ നടത്തിയെടുക്കും. അതിനെയാണ് സാത്താൻ്റെ എതിർക്രിസ്തുവിനെ കഴിക്കുന്ന വില്ലിനെ കാണിച്ചിരിക്കുന്നത്. കഥ പറഞ്ഞു, ഇതൊക്കെ പിടിച്ചു നടന്നാലും ഞാനിതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് വീഴിക്കും, എൻ്റെ വഞ്ചനയെ ഇല്ലാതാക്കും. ഗർഭോദന യുദ്ധത്തിലാണ് അവൻ്റെ വില്ലിനെ ദൈവം ഇല്ലാതാക്കുന്നത്, അവൻ്റെ ആയുധങ്ങളെ ഇല്ലാതാക്കുന്നത്, അവൻ്റെ അമ്പിനെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്പില്ലെങ്കിലും പിന്നീട് അവൻ അത് ഉപയോഗിക്കും. അപ്പോൾ ലേഖസ്കരണത്തിൽ വില്ലുകൊണ്ട് അമ്പുകൊണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടില്ല. കാരണം അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ നേരിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ അവൻ്റെ കയ്യിലെ അമ്പ് കാണിക്കുന്നില്ലെങ്കിലും അത് അവൻ്റെ ആയുധത്തെ അവൻ്റെ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിപ്പാനുമല്ലാതെ ശത്രു വരുന്നില്ല. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, അതെ, അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിപ്പാനും നശിപ്പിപ്പാനുമാണ്. കർത്താവ് പറഞ്ഞു, ഞാനോ സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് വന്നത്. അപ്പോൾ സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വന്ന യേശുക്രിസ്തു നമുക്ക് സമൃദ്ധിയായ ജീവൻ തന്നു. ദുരാത്തിലും സമൃദ്ധിയായ ജീവൻ, അവൻ്റെ വചനം നാം അത് ഭക്ഷിക്കും തോറും സമൃദ്ധിയായ ജീവൻ നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ സത്യം വെളിപ്പെടും. സമൃദ്ധിയായ ജീവൻ വരുമ്പോൾ സമൃദ്ധിയായ വെളിച്ചം നമ്മളിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ വഞ്ചന മാറും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജീവിതം അത് തെളിച്ചമുള്ളതായി തീരുവാൻ ഇടയായിത്തീരും. എന്നാൽ സാത്താൻ അവൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ സത്യവാനായിരിക്കുന്ന കഥ പറഞ്ഞത്, ഞാൻ സത്യവാനാകുന്നു, ഞാൻ വന്നത് കൊല്ലുവാൻ വേണ്ടിയല്ല, നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഞാൻ വന്നത് ജീവൻ നൽകുവാൻ വേണ്ടിയാ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വേണ്ടിയാ യേശു വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു നല്ല ഇടയനായിട്ട് വന്നത് സമൃദ്ധിയായ ജീവൻ നൽകാൻ വേണ്ടിയാണെങ്കിൽ ഒരിടയൻ, കള്ള ഇടയൻ പ്രത്യക്ഷമാകും. അവൻ വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കഥ പറഞ്ഞു, അവൻ കള്ളനാണ്. അവൻ വരുന്നത് അതേക്കുറിച്ച് വാതിലൂടെ അല്ലാതെ വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണെന്ന് യേശു പറഞ്ഞു. വേണമെങ്കിൽ വായിച്ചാൽ മതി. ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ വരുന്നത്? മോഷ്ടിപ്പാൻ, അറുക്കുവാൻ, മുടിപ്പാൻ ആണ് കള്ളൻ വരുന്നത്. അറുപ്പാൻ, മുടിപ്പാൻ, മോഷ്ടിച്ച് അറുത്ത് മുടിച്ചില്ലാതാക്കി കളയാൻ വേണ്ടിയാ. മനുഷ്യവംശമേ ശ്രദ്ധിച്ചു കൊള്ളുക, യേശു വന്നത് അവൻ സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വേണ്ടിയാ. അവൻ നമുക്ക് വേണ്ടി ജീവൻ നൽകുകയാണ് ചെയ്തെങ്കിൽ ഒരുവൻ വരുന്നുണ്ട്, അവൻ കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യുന്നവനായി വരുന്നത്, അവൻ്റെ കയ്യിൽ വഞ്ചനയുടെ വില്ലുമായി വരുന്നത്. അവൻ വരുന്നത് മോഷ്ടിപ്പാനാണ്, അറുക്കുവാൻ വേണ്ടിയാണ്, മുടിപ്പാൻ വേണ്ടിയാണ്. അതേക്കുറിച്ച് നമുക്കറിയാം. അവൻ അറുത്ത് കൊന്നുകളയും, രക്തസാക്ഷികളെ കൊല്ലുന്നതിനെക്കുറിച്ച് മോഷ്ടിക്കും. ദൈവത്തിൻ്റെ വചനത്തെ മോഷ്ടിച്ച് അവൻ അതിനെ ദുരുപദേശമാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി, ദൈവത്തെ പറയുന്ന വചനങ്ങൾ അതുപോലെ തന്നെ അക്ഷരം പ്രതി ഒന്നും
അത് നടപ്പാകാതെ പോകത്തില്ല, എല്ലാം നിവൃത്തിയാകും. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അന്ന് ആ കാലഘട്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം സാത്താനിക മഹോത്വത്തിൽ കൊടുക്കുന്നു. അവരെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് യുദ്ധം ചെയ്ത് അവൻ വെള്ളമൊഴുക്കി കളഞ്ഞാലും പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് യുദ്ധം ചെയ്തവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അന്ന് സാത്താനിക മഹോത്സവത്തിൻ്റെ അവസാനമാകുമ്പോൾ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് കാണുമ്പോൾ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യിരെമ്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു ചിത്രം കിട്ടുന്നതായിരിക്കും. അവൻ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം പ്രവർത്തിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കേട്ടോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന്. അപ്പോൾ ദേശത്ത് വലിയ അത്ഭുതം അടയാളം നടക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്തുവിനെ അറിയാതെ, അടിസ്ഥാന ഉപദേശമില്ലാതെ ആരെങ്കിലും അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തിയാൽ വചനം പറയുന്നത് അവർ വഞ്ചനയാണ് ചെയ്യുന്നത്. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വീര്യം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ, ഓടിപ്പോകരുത്. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, സത്യത്തിനായിട്ടല്ല, സത്യത്തിന് വേണ്ടിയല്ല, വചനത്തെ അത് ഉറപ്പാക്കാൻ വേണ്ടി അല്ലാത്ത ഒരു വീര്യപ്രവർത്തികളും ദൈവമക്കൾ വശീകരിക്കപ്പെട്ടു പോകരുത്. അതുകൊണ്ട് അവർ പറയുന്നത്, അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യപ്രവർത്തി. ഞാൻ എതിർ ക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്ന വില്ലെന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. വില്ലിനെ കുറിച്ച് ഇത്രയും പഠിപ്പിക്കാനുണ്ട്, ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ എന്തായാലും പഠിപ്പിക്കാനുണ്ട്, മനസ്സിലാക്കി എടുത്താൽ മതി. പക്ഷെ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കണം. അപ്പോൾ വില്ലുപോലെ അവൻ്റെ പ്രവൃത്തിയെ കാണിക്കുക. സാത്താൻ അവൻ്റെ ദുരുപദേശം കൊണ്ട് അത് മുഴുവനും അവൻ ദുരുപദേശം കൊണ്ട് നിറച്ചു കഴിയുമ്പോൾ അത് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്നതാണ് മൃഗമാകുന്ന എതിർ ക്രിസ്തു. അവൻ വന്നു കഴിയുമ്പോൾ അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിൽ പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സത്യമുണ്ടായിരിക്കും. നാം എപ്പോഴും സത്യാന്വേഷികളായിരിക്കും. ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ, വചനത്തിൽ നാം ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു, ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞു നടക്കുന്നു. അവർ ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനെ ചതിക്കും. സത്യം സംസാരിക്കുമില്ല, വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു. വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. വഞ്ചനയുടെ വിഷയം മനസ്സിലായല്ലോ. വീടിനകത്ത് വഞ്ചനയായിരിക്കും, സമൂഹത്ത് വഞ്ചനയായിരിക്കും. ഇന്നൊക്കെ കൂട്ടുകാരെ കാണാൻ കഴിയും, കൂട്ടുകാരികളെ കാണാൻ സാധിക്കും. എന്നാൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂട്ടുകാരും കൂട്ടുകാരികളും ഒന്നുമില്ലാത്ത വഞ്ചിക്കുന്ന വഞ്ചനയുടെ കാലം പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്, അല്ലേ? അധികം താമസിക്കണം. നമുക്കിപ്പോൾ ആത്മാർത്ഥമായി വഞ്ചിക്കാത്ത കൂട്ടുകാരെ കാണാൻ സാധിക്കും. നമ്മൾ വിശ്വാസികളില്ലാത്തവർ തന്നെ കാണാൻ സാധിക്കും. അത് മനുഷ്യത്വമുള്ളവരെ കാണാൻ സാധിക്കും. അധികം താമസിക്കേണ്ട, ഇതെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വഞ്ചന നിമിത്തം അവർ എന്നെ നിരസിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് എൻ്റെ ഗോപ്രകാരം വള്ളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റൊന്ന് ചെയ്യേണ്ടു. അവിടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായ് കൊണ്ട് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. ഇതാണ് ഏതെങ്കിലും സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? ഹവ്വയോട് പറഞ്ഞത് മുഴുവനും സമാധാനം സംസാരിച്ചു, ഉള്ളുകൊണ്ടോ മനുഷ്യർക്കായി പതിയിരിക്കുന്നു. ഇത് ഇസ്രായേലുള്ള ബന്ധത്തിൽ അവരുടെ പശ്ചാത്തലത്തെ വെളിപ്പെടുത്തുമ്പോൾ ഇവരെ കഷ്ടതയോട് ഉരുക്കി കുഴിക്കുമ്പോൾ ഇവർ മടങ്ങി വരുമായിരുന്നു. എന്നാൽ എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ ഭരണകാലത്ത് നാം ചിന്തിക്കുമ്പോൾ പഠിക്കാൻ സാധിക്കുന്നത്, അന്ന് ഇതിനോട് ബന്ധമുണ്ടെങ്കിലും ഇവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയില്ല. ഇസ്രായേലും ലോകത്തിൻ്റെ അന്നത്തെ ഭരണം നമ്മൾ വ്യത്യാസമെന്ന് ചോദിച്ചാൽ, അന്ന് ഇസ്രായേൽ കഷ്ടതയിലൂടെ അവർ വചനത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, കഷ്ടത വരുമ്പോൾ അവർ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുമായിരുന്നു. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തുണ്ടാകുന്ന ദൈവകോപത്തിൽ ലോക ജനത അധികമധികമായി കഠിനപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയുള്ളൂ. അതാണ് സാത്താൻ ഒടുക്കുന്ന വഞ്ചനയുടെ, ദുരുപദേശത്തിൻ്റെ ശക്തി അവിടെ ഉള്ളിൽ വന്ന് കഴിയുമ്പോൾ ദൈവം അയക്കുന്ന, നമുക്കറിയാമല്ലോ, ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു.
പിന്നീട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അവർ മാനസാന്തരപ്പെട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഇസ്രായേലിന്റെ ബന്ധത്തിൽ ഈ സാഹചര്യം വരുമ്പോൾ അവർ നിലവിളിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു. എന്നാൽ മാനസാന്തരമില്ലാത്ത അക്കാലത്ത് മാനസാന്തരം ഒട്ടുമില്ലാത്തൊരു കാലം വരാൻ പോവുകയാണ്. ചതിയും വഞ്ചനയും ഉപായവും മാത്രമേ കാണുകയുള്ളൂ. ആ കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ? അങ്ങനൊരു സമയത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? ചതിക്കുന്ന, വഞ്ചിക്കുന്ന, ഉപായമുള്ള ഒരു ലോക സംവിധാനം ഇവിടെ വരുമ്പോൾ അന്ന് ജീവിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏത് വിധത്തിലെങ്കിലും ജീവിച്ചാൽ മതി. എന്നാൽ അതിനു മുമ്പായി ഹാനോക്ക് പ്രാർത്ഥിച്ചതുപോലെ വലിയൊരു വെള്ളപ്പൊക്കം വന്ന് അന്നത്തെ ലോകത്തെ പുരാലോകത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാനോക്ക് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് വരുന്നതിന് മുമ്പായി എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. അവനത് കാണാതെ, മരണം കാണാതെ എടുക്കപ്പെട്ടു. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, നമുക്കൊരാഗ്രഹമുണ്ടാകണം. ഇന്നത്തെ സാമൂഹ്യ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ? നാമും പറയുന്നില്ലേ, ഓരോ ദിവസം ചെല്ലും തോറും അധപ്പതനത്തിലേക്ക്, ചതിയിലേക്ക്, വഞ്ചനയിലേക്ക്, ഉപായത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ പോകുകയാണ്. അപ്പോൾ അതിലേക്കാണോ നാം കാൽ വയ്ക്കുന്നത്? നാം അതിലേക്ക് പോകാനാണോ ഇഷ്ടപ്പെടുന്നത്? അതോ മറുഭാഗത്ത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ തികച്ച് അവൻ്റെ വരവിന് ഒരുക്കപ്പെടുവാണ് നാം ചെയ്യുന്നത്? ഇത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ. ഇത് വരും നിശ്ചയമാണ്. ഇന്ന് അതിൻ്റെ ഒഴുക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിലെ അടിവേരുകൾ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് വർദ്ധിച്ച് 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 സാത്താൻ്റെ ദുരുപദേശം അവൻ നദി പോലെ ഒഴുക്കിക്കളയുമ്പോൾ അതിൽ വഞ്ചിക്കപ്പെട്ടു പോകുന്നതായിരിക്കും ലോകം. എന്നാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. ദൈവത്താൽ സംരക്ഷണം ചെയ്യപ്പെടുന്ന സാക്ഷിയുടെ സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതേക്കുറിച്ച് പഠിക്കുമ്പോൾ അന്ന് നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രസക്തിയാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശമുള്ള ഒരു നേർചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമെന്നുള്ളതാണെങ്കിൽ, എതിർക്രിസ്തുവിന്റെ സമയത്ത് വഞ്ചിച്ചുകൊണ്ടും അവർ ദോഷത്തിൽ മുതിർന്നവരും മാനസാന്തരപ്പെടുകയില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും അവർ പെടുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുത്തുകൊണ്ട് എന്ത് ചെയ്യണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആ മാനസാന്തരത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ വിനയത്തിനും ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്തി കൊടുക്കുവാൻ ഇവിടെയായിത്തീരുന്നത് നാം ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടും ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നുകൊണ്ടും ഒന്നുമായിട്ടില്ല എന്ന് തോന്നുമ്പോൾ വിനയത്തോടെ ഏൽപ്പിക്കുന്നാൽ അന്നത്തെ കാലത്ത് കേൾക്കുന്ന മുഴുവനും ദുരുപദേശങ്ങളുടേതായിരിക്കുന്നുണ്ട്. തിന്നുകുടിച്ച് ആനന്ദിച്ച് ഇഷ്ടം പോലെ ജീവിക്കുന്ന മൃഗീയ ലോക സമ്പ്രദായത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം അന്നിവിടെ കാണും എന്നുള്ളത് നമുക്കിവിടെ കാണാം. പഴയ നിയമത്തിൽ മറ്റു രാജ്യങ്ങൾ വ്യത്യസ്തമായി ദൈവിക ന്യായപ്രമാണം ലഭിച്ച ഏകരാഷ്ട്രമാണ് ഇസ്രായേൽ. അതിനെ വ്യതിചലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സാത്താൻ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് മുഖാന്തരമായി മൂല്യശോഷണം ഉണ്ടായി, രാജാക്കന്മാർ വഴിതെറ്റിപ്പോയി. നമുക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യത്തെ പഠിക്കുമ്പോൾ അവർക്കെന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം സമൂഹം തലമുറകൾ മാറി മാറി വരുമ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഓരോരുത്തർക്കും തെറ്റുപറ്റി, അത് വലിയ വലിയ തെറ്റുകളിലേക്ക് നീങ്ങി രാഷ്ട്രം തന്നെ നഷ്ടപ്പെട്ടു പോയി, പ്രവാസത്തിലേക്ക് പോയതിനെക്കുറിച്ച്, എന്നാൽ അവരെ മടക്കിക്കൊണ്ടതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എതിർക്രിസ്തുവിന്റെ ഭരണകാലങ്ങളിൽ ലോകമാകുന്ന മഹാസമുദ്രത്തിലെ ജനങ്ങളിൽ നിന്ന് മൃഗത്തിന്റെ വഞ്ചന നിമിത്തം ദുഷ്ടതയുടെ അലയടികൾ അനുദിനം അലയടിച്ച് മേൽക്കുമേൽ ഉയർന്നു വരും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, അവർ ദോഷത്തിൽ മുതിർന്നു വരും. ഇന്ന് ഈ സമുദ്രമാകുന്ന ജാതിയുടെ ഇടയിൽ നിന്ന് ഉയർന്ന അലകൾ ഉയരാറുണ്ടെങ്കിലും അതിനെ അമർച്ച ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവമക്കളുള്ളതുകൊണ്ട് ഉയർന്നു പൊങ്ങത്തില്ല. എന്നാൽ ഇത് ഈ തടയുന്നത് മാറിപ്പോയി കഴിയുമ്പോൾ ഈ അലയിടികൾ ഉയർന്നു വരും, അത് ലോകത്തെ വീഴിക്കും. എന്നാൽ അവിടെയും ഞാൻ പറഞ്ഞല്ലോ, മുഴുവനും ഇരുളായി തീരാൻ ദൈവം സമ്മതിക്കാതെ അതിനെ എതിർത്ത് നിൽക്കുന്ന വെളിച്ചമുള്ള ജീവിതങ്ങൾ ലോകത്തിൽ കാണും. അവരെയാണ് രണ്ട് സാക്ഷികളുടെ സമൂഹമായി സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പാട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലോക ജനത പൈശാചിക വഞ്ചനയിൽ അകപ്പെട്ട് തെറ്റിപ്പോകുമ്പോഴും പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും സാക്ഷികൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അവരോട് യുദ്ധം ചെയ്തവരെ ജയിക്കുന്നതിനായിട്ടാണ് വഞ്ചനയുടെ വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് എതിർക്രിസ്തു ലോകത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. ദാനിയേൽ, യെഹെസ്കേൽ എന്നീ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ നാം അത് സ്ഥിരീകരിക്കപ്പെട്ടു. കുഞ്ഞാട് ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിരയെ പുറത്ത് പ്രത്യക്ഷപ്പെടുന്നത്
ഏത് ക്രിസ്തു ആകുന്ന മൃഗമാകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ദൈവത്തോട് നാം ചിന്തിച്ചത്. അപ്പോൾ അവൻ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു, അവൻ പ്രത്യക്ഷപ്പെടുന്ന സമയം എന്താകുന്നു, ആ സമയത്തെ ലോകത്തിൻ്റെ അന്നത്തെ സാമൂഹികമായിരിക്കുന്ന പശ്ചാത്തലം എന്താകുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായല്ലോ. അതുകൊണ്ട് കുഞ്ഞാടനാഥ് മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഏത് ക്രിസ്തുവാകുന്ന മൃഗമാകുന്നു എന്നുള്ളതാണ് നാം ഈ തിരുവചന ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ കയ്യിരിക്കുന്ന വില്ലിനോടുള്ള ബന്ധത്തിൽ നാം വ്യാഖ്യാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് വഞ്ചനയെ കാണിക്കുന്നെന്നും അതിൻ്റെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലം എങ്ങനെ ഉണ്ടാകുന്നുള്ളതും, അപ്പോൾ സാത്താൻ ദുരുപദേശമാകുന്ന വഞ്ചന കൊണ്ട് ലോകജനതയെ വഞ്ചിച്ചു കഴിയുമ്പോൾ ആ വഞ്ചനയെ ലോകത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതാണ് നാം ഇതുവരെയുള്ള ഇന്നത്തെ പഠനത്തിൽ നാം ചിന്തിച്ചത്. തുടർന്ന് നാം ചിന്തിക്കുന്നത് ഏത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണം, ഏത് ക്രിസ്തു ആരാകുന്നു, അവനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നാം ചിന്തിക്കുന്നത്. അതേക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഏത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണം കൊടുത്തിരിക്കുന്നത്, അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇവിടെ രേഖപ്പെടുത്തുന്നത്, അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജ്യമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ പറയാണ് ഞാൻ കണ്ടു, അവൻ കാണുകയാണ് അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജ്യമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറുന്നതായിട്ട് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അപ്പോൾ ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് അവൻ വെള്ളക്കുതിരപ്പുറത്ത് കയ്യിൽ വില്ലുമായിട്ട് കുഞ്ഞാട് അവൻ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ആത്മീയ രീതിയിലുള്ള വിവർത്തനം നൽകുമ്പോൾ അവൻ എവിടെ നിന്നാണ് കയറി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെടുന്നതെന്നാണ്. ഏത് ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോൾ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഏത് ക്രിസ്തു ഭൂമിയിൽ എന്തിനാണ് പ്രത്യക്ഷപ്പെടുന്നുള്ളത് നമ്മൾ ചിന്തിപ്പാനിടയായിരുന്നു. ലോകസമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അതിന് സാധാനിക ഉപദേശ വിരുദ്ധമായി നിൽക്കുന്നവരെ കൊന്നുകളയാൻ വേണ്ടിയാണ് ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായിരുന്നു. പിന്നെ ഏത് ക്രിസ്തു എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 വചനങ്ങളുടെ ബന്ധത്തിൽ ഏത് ക്രിസ്തു എവിടെ നിന്ന് വരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 2 മൃഗം ആഴത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം മൃഗം അഗാധത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. അപ്പോൾ 3 സ്ഥലത്ത് നിന്ന് വരുന്നെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിനെ നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ 7-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ ബന്ധത്തിൽ തമ്മിൽ ഭേദിച്ച 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോക സാമ്രാജ്യത്വങ്ങളുള്ള ബന്ധത്തിൽ അത് കയറി വരുന്ന സമുദ്രത്തിനാണ്. അപ്പോൾ ഇസ്രായേലുള്ള ബന്ധത്തിൽ പ്രവചിച്ചിരിക്കുന്ന ദാനിയേൽ പ്രവചനം ഭാവി കാലത്ത് ഇസ്രായേലുള്ള ബന്ധത്തിലാകുമ്പോൾ അതേക്കുറിച്ച് അവിടെ സമുദ്രത്തിന് കയറി വരുന്നതിനെക്കുറിച്ച് ഇവിടെ തമ്മിൽ ഭേദിച്ച് 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ കയറി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ നിന്ന് വരുന്നതിനെക്കുറിച്ചും അഗാധത്തിൽ നിന്ന് കയറി വരുന്നതിനെക്കുറിച്ചും ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ മനുഷ്യ രാഷ്ട്ര നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ അഥവാ ജാതീയ ഭരണത്തോടുള്ള ബന്ധത്തിൽ സകല ജാതികളുമാകുന്ന ഈ സമുദ്രത്തെ വെളിപ്പെടുത്തുമ്പോൾ അതിൽ നിന്നാണ് ഒരുവൻ കയറി വരുന്നത് എന്നാണ് ഇവിടെ വെളിപ്പാട് 13-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ദാനിയേൽ 7-ാം അധ്യായം 3-ാം വാക്യത്തിലും പറയുന്നത്. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 3 പരാമർശങ്ങളിൽ നിന്ന് എതിർ ക്രിസ്തു കയറി വരുന്നത് സമുദ്രം, ആഴം, അഗാധം എന്നിവയിൽ നിന്നാകുന്നു. അല്ല നമ്മളിവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഇന്ന രാഷ്ട്രത്തിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് പറയല്ല ചെയ്യുന്നത്. ഇതിന് ആത്മീയ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത്, എന്താണ് ആഴത്തിൽ നിന്ന് കയറുന്നതിൻ്റെ അർത്ഥം എന്താണ്, അഗാധത്തിൽ നിന്ന് കയറി വരുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മളിത് ചിന്തിക്കുമ്പോൾ ഇതിനോട് പ്രവചനം ദാനിയേൽ പ്രവചനം അതിൽ നിന്ന് ഒത്തുവരുന്നുണ്ട്. യേശു ക്രിസ്തു ഇരുളിൻ്റെ ശക്തിയായി അഗാധത്തിൽ നിന്നുമാണ് വരുന്നത്. ഇപ്പം യേശു ക്രിസ്തു ഭാവിയിലെ രക്ഷിക്കുന്നതിനായി ഉയരത്തിൽ നിന്ന് ജീവന്റെ വെളിച്ചമായിട്ടാണ് താണഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അതിന് വിരുദ്ധമായി എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് അഗാധത്തിൽ നിന്ന് ഇരുളിൻ്റെ ശക്തിയായി ലോകത്തെ വെളിപ്പെടുന്നത് അനേകരെ ചതിച്ച്
നിത്യമണ്ണം ആ നഗ്നരകത്തിൻ്റെ ഇടയിലാക്കി തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഈ ഈ സാത്താൻ മൃഗം അഗാധത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് അഗാധത്തെ കാണിക്കുന്നത് താഴെയുള്ള ഇരുളിനെ കാണിക്കുകയാണ്, ആഴത്തെ കാണിക്കുകയാണ്. അപ്പോൾ അഗാധത്തെ കാണിക്കുക. അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് സമുദ്രം അഥവാ വെള്ളം സൂചിപ്പിക്കുന്നത് വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ്. അതിനുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അഗാധം, സമുദ്രം, ആഴം എന്ന് വെളിപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു ഇരുളിൻ്റെ ശക്തിയായ അഗാധത്തിൽ നിന്നുമാണ് വരുന്നത്. യേശുക്രിസ്തു ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിച്ചമായി വന്ന് മനുഷ്യൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നെങ്കിൽ, അഗാധത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന സാത്താൻ അവൻ പ്രത്യക്ഷപ്പെടുന്നത് ഇരുളായി വന്ന് മനുഷ്യനെ നിത്യ മരണത്തിലേക്ക് വഞ്ചിച്ച് കളയാൻ വേണ്ടിയാണ്. സമുദ്രത്തെ കാണിക്കുന്നത് വംശങ്ങളും ഭാഷകളും ജാതികളുമാകുന്ന മഹാപുരുഷാരത്തെ കാണിക്കുകയാണ്. അത് 17-ാം അധ്യായം വെളിപ്പാട് പറഞ്ഞ് 15-ാം വാക്യം പറഞ്ഞത്. അതിന്മേലാണ് മഹാവേശ്യയിരിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ മ്ലേച്ഛ പ്രവൃത്തികളെ ദുഷിച്ച ജനസമൂഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. പൈശാചി ആശീർവാദത്തോടെ അതിൻ്റെ ഭരണാധികാരി പ്രതിയായിട്ടാണ് മൃഗം പ്രത്യക്ഷപ്പെടുന്നത്. സമുദ്രത്തിൽ എന്ന് പറയുമ്പോൾ അത് മ്ലേച്ഛതയുടെ പൈശാചിക ഭരണത്തിൻ്റെ അധിപനായിട്ടാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ലോക മനുഷ്യ വംശജാതികളോടുള്ള ബന്ധത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആഴത്തിൽ നിന്ന് കയറി വരുന്നതെന്ന് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉൽപ്പത്തിയിൽ ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു എന്നുള്ള കുറിച്ച് പരാമർശം തിരുവചനത്തിലെ പ്രാരംഭ വാക്യത്തിൽ കാണുന്നതാണ്. അപ്പോൾ ആത്മീയ മരണമാകുന്ന ഇരുൾ മനുഷ്യഹൃദയങ്ങളെ ഇരുളാക്കി നിത്യമരണത്തിന് അടിമകളാക്കുന്നതെങ്കിൽ അനാദിയായ ശാശ്വതമായിട്ടുള്ള വചനമാൻ ദൈവം സത്യ വെളിച്ചം മാനവരാശിക്ക് നിത്യജീവൻ എന്ന ആത്മീയ സ്വാതന്ത്ര്യത്തെയാണ് പ്രദാനം ചെയ്തത്. ഇപ്പോൾ ലോകാവസാനത്തിൻ്റെ ആരംഭത്തിങ്കൽ വെളിച്ചം മനുഷ്യനായി ലോകത്തിൽ വന്ന് ഭൂമിയിൽ അവതരിച്ചാണ് എങ്കിൽ ലോകാവസാനത്തിൻ്റെ അന്ത്യത്തിലടുക്കുമ്പോൾ ഇരുൾ മനുഷ്യനായി മൃഗമെന്ന പേരിൽ വെളിപ്പെടും. അപ്പോൾ വെളിച്ചം മനുഷ്യനായി ലോകത്തിൽ വന്നു, അത് ക്രിസ്തുവാണ്. എന്നാൽ ഇരുൾ ആയിരിക്കുന്ന സാത്താൻ മനുഷ്യനായി വെളിപ്പെടുന്നതാണ് മൃഗമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഈ മനുഷ്യർക്ക് എപ്പോഴും ഇരുളിനെ വെളിച്ചത്തേക്കാൾ അധികം സ്നേഹിക്കുന്നുകൊണ്ട് ലോകഭരണം കേവലം 3.5 വർഷം കൊണ്ട് മുഴുവനും യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലായിത്തീരും. അപ്പോൾ ഈ കേവലം 3.5 വർഷത്തെ സാത്താനിക മഹോപദ്രവത്തിൻ്റെ വഞ്ചന കഴിയുമ്പോഴത്തേക്ക് യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കാരണമായിത്തീരുന്നത് ഇരുളിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതേ, പാപത്തെയാണ് എല്ലാവർക്കും ഇഷ്ടം. പാപം ചെയ്യുവാനാണ് മനുഷ്യന് ഏറ്റവും, ഇരുളാണ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ മുഴുവൻ മനുഷ്യനും വഞ്ചിക്കപ്പെട്ട് ഇരുളിനെ സ്നേഹിച്ച് വെളിച്ചത്ത് നകലുന്നു, ദൈവത്തിൽ നകലുന്ന സമയമാണ് ഇത്. ഭരണാനന്തരം ദൈവം സാത്താനെ 1000 ആണ്ടത്തേക്ക് ചങ്ങലയിടുന്ന സ്ഥലമാണ് അഗാധം. അഗാധത്തെ കാണിക്കുന്നത് അവിടെയാണ് ഇടുന്നത്. ജാതികൾ വഞ്ചിക്കാതിരിക്കുന്നതാണ് പഴയ പാമ്പായ മഹാസർപ്പത്തെ അവിടെ ബന്ധിച്ചിടുന്നത്. നീതി മാനവജാതിയെ ഉയർത്തുന്നതാണെങ്കിൽ പാപമെന്ന ഏത് അനീതിയും മനുഷ്യരെ താഴ്ത്തിക്കളയുന്നതാണ്. ബാബേൽ രാജാവിനോട് ഉപമിച്ച് പിശാചാകുന്ന മഹാസർപ്പത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാവിന്റെ പ്രവചനത്തിൽ നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴ്ത്തപ്പെടുമെന്ന് പ്രവചന ധ്വനിയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ അഗാധം എന്നുള്ളതും ആഴമെന്നുള്ളതും അതുപോലെ തന്നെ സമുദ്രം എന്നുള്ളതും വെളിപ്പെടുത്തുന്നത് ആത്മീയമായിട്ട് അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇരുളിൽ നിന്ന് അവൻ വെളിപ്പെട്ടു വരും. എന്തിനു വേണ്ടിയാണ്? മരണമാകുന്ന ഇരുളിലേക്കും ലോകത്തെ കൊണ്ടുപോകാൻ വേണ്ടി. സമുദ്രത്തോട് ബന്ധത്തിൽ ലോകജാതികൾ അവൻ വെളിപ്പെട്ടു വരും. അതൊരു രാഷ്ട്രമായി അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് അവൻ വെളിപ്പെട്ടു വരുന്നു. ആഴത്തെ കാണിക്കുന്നത് നമുക്കറിയാം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ. അതെ, ആഴങ്ങളിലാണ് ദൈവപ്രവൃത്തിയെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക്, പൈശാചിൻ്റെ ആഴങ്ങളിലേക്ക്, ആ പിശാചിൻ്റെ ആഴങ്ങളിലേക്ക് അന്ന് ലോകത്തെ നീക്കിക്കളയും. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരാനുള്ള ഭാവിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആഴങ്ങൾ വെളിപ്പെടുത്തുന്നതെങ്കിൽ സാത്താൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവനൊന്നും തന്നെ വെളിപ്പെടുത്തുവാനില്ല. ഈ ലോകത്തിൻ്റെ ജീവിതത്തെ മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം വിസ്മരിപ്പിച്ച് കളഞ്ഞുകൊണ്ട് മനുഷ്യനെ സുബോധമില്ലാത്ത ഒരു ഹൃദയത്തിൽ മുഴുവനും ആഴത്തിൽ ഇരുൾ വ്യാപരിക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ സാമൂഹികമായിട്ട് നോക്കുമ്പോൾ അവിടെ ഇരുളായിരിക്കും. ഹൃദയത്തോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി നോക്കുമ്പോൾ ഇരുളായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഭാവിയുള്ള ബന്ധത്തിൽ നോക്കുമ്പോഴും അത് ഇരുളായി മാറുന്ന ഒരു കാലഘട്ടം.
അതാണ് ആർക്കും പ്രവർത്തിച്ചു വിടാൻ വയ്യാത്ത ഇരുളെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ലോകത്തിൻ്റെ ഭരണം സാത്താൻ്റെ കയ്യിലേക്ക് വേഗത്തിൽ മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നത്, ഇപ്പം ക്രിസ്തുവിൻ്റെ സുവിശേഷം 2000 വർഷമായി പ്രസംഗിച്ചിട്ടും അനേകർ അതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, അതിൽ രാഷ്ട്രങ്ങൾ ഉളവായിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യ രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം ഘോഷിക്കപ്പെടുന്നിടത്ത് അനേകർ അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇരുളാകുന്ന ഈ വ്യാപരിക്കാൻ വേണ്ടി അധികം സമയം വേണ്ട, കാരണം മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വേഗത്തിൽ മറ്റു പരപ്രേരണയോ കാര്യങ്ങളോ കൂടാതെ തന്നെ പാപത്തിലേക്ക് ജീവിതങ്ങൾ കൂപ്പുകൂട്ടുന്നത്. അപ്പോൾ നാശകവുമാണ് അധമവാനാളത്തിന് മണ്ണവ ഇടയിലുള്ള അഗാധമെന്ന ഇരുളിൻ്റെ വാസ്തലത്തായിരിക്കും ഈ ഇരുളിൻ്റെ വാസ്തലമാണ് അഗാധത്തെ കാണിക്കുന്നത്, ആഴത്തെ കാണിക്കുന്ന ഇരുളിനെ കാണിക്കുന്നു. അപ്പോൾ സാത്താൻ ഇരിപ്പിടത്ത് നിന്ന് അഗാധത്തെ കാണിക്കുന്ന സാത്താൻ ഇരിപ്പിടമാണ്. അതേക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന യെശയ്യാവിന്റെ 14-ാം അധ്യായം 12-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അഗാധം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അഗാധത്തിൽ നിന്ന് വരുന്നു, സമുദ്രത്തിൽ വരുന്നു. ആഴത്തിൽ നിന്ന് വരുന്നതിൻ്റെ അർത്ഥം, സമുദ്രം എന്നുള്ളത് നമുക്കറിയാം മനുഷ്യജാതികളെ കുറിച്ച് കാണിക്കുന്നു, അത് ലോകരാഷ്ട്രങ്ങളെ കാണിക്കുന്നു. അതിൽ നിന്ന് ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുള്ളതിൻ്റെ സംശയം ആർക്കുമില്ല. രണ്ടാമത്തെ കാര്യം, ആഴത്തിൽ നിന്ന് വരുന്നു. ആഴം എന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തോടെ ബന്ധത്തിൽ അത് വെളിച്ചത്തിരുളിനെ കാണിക്കുന്നത്, ആഴം കാണിക്കുന്ന ഇരുളിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ആഴത്തിൽ നിന്ന് വരുന്ന ഇത് കാണിക്കുന്ന ആത്മീയ അന്ധതയ്ക്ക് വേണ്ടി എതിർ ക്രിസ്തു, ആത്മീയ അന്ധത പരത്താൻ വേണ്ടി എതിർ ക്രിസ്തു വെളിപ്പെടുന്നു എന്നുള്ളത് ഇവിടെ വെളിപ്പെടും. അപ്പം സമുദ്രത്തിൽ എന്ന് പറഞ്ഞ് ദുഷ്ടഭരണം, മ്ലേച്ഛതയുടെ ഭരണം ഭരിക്കാൻ വേണ്ടി അവൻ സമുദ്രത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു, അവൻ വെളിപ്പെടുന്നു. ആഴത്തിൽ നിന്ന് വരുന്ന ഇരുൾ പരത്താൻ വേണ്ടി വരുന്നു. അഗാധം എന്നുള്ളത് സാത്താൻ്റെ ഇരിപ്പിടത്തിൽ നിന്നാണ്, അവൻ്റെ ആശീർവാദത്തോടെയാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതേക്കുറിച്ചുള്ള പ്രവചന വ്യാഖ്യാനം കൂടി, ഈ അഗാധം എന്നുള്ളതിനെ കുറിച്ചുകൂടി നമ്മൾ പഠിക്കുന്നത് പിന്നീടുള്ള പഠനത്തിന് നമുക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ഇവിടെ വായിക്കാം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും എന്നവിടെ പറയുന്നത്. നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. അപ്പം ഇത് നമുക്കറിയാം, അത് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ, അവൻ സ്വർഗീയ പർദീസയിലെ പ്രഭാത നക്ഷത്രം കൊണ്ട് തലവനായിരുന്നു. എന്നാൽ അവൻ വിചാരിച്ചത്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറി ദൈവത്തോട് സമനായി നക്ഷത്രങ്ങൾക്ക് മീതെ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്നുള്ള ചിന്താഗതി വന്നപ്പോൾ അവൻ്റെ ചിന്തയറിഞ്ഞ് തന്നെ ദൈവനെ വെട്ടി താഴെയിട്ട്. അങ്ങനെയാണ് ഒന്നാമത്തെ ഭൂമിയിലേക്ക് അവൻ വന്ന് വീണതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ താഴെ വീണത്, വെട്ടേറ്റ് താഴെ വീണത്. അപ്പോൾ വാളുകൊണ്ട് വെട്ടേക്കുക എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ക്രിസ്തുവിനാൽ, ദൈവത്തിൻ്റെ വചനമാകുന്ന വചനമാൻ ദൈവത്താലാണ് അവൻ വെട്ടേറ്റ് വീണത്. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞ് നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞിരിക്കുന്നത് സമനാകുന്നല്ലോ നീ പാതാളത്തിൽ നാശകൂപത്തിന് അടിയിലേക്ക് തന്നെ വീഴ്പടെ അവൻ വീണു, വെട്ടേറ്റ് വീണു. എന്നാൽ വീണ്ടും അവൻ താഴേക്ക് പോകും, നിത്യമായ എന്നേക്കും നിത്യനരകാഗ്നിയിലേക്ക് പോകും. അതിൻ്റെ ഓരോ വീഴ്ചയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സാത്താൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജാവിനോട്, ബാബേൽ രാജാവിനോട് തുലനം ചെയ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സദൃശ്യം പറഞ്ഞിട്ട് ബാബേൽ രാജാവിനുള്ള അവൻ്റെ അഹങ്കാരത്തെയും അവൻ്റെ താഴ്ചയും വെളിപ്പെടുത്തിയിട്ട് ഈ സാത്താനാകുന്ന ലൂസിഫറിനെ കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാശകവുമെന്ന അധോപാതാളത്തിനും മരണമാകുന്ന നരകത്തിനും ഇടയിലുള്ള ഭാഗത്തെയാണ് അഗാധം എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, നാശകൂപത്തിലോ വിചിത്ര ജീവികൾ പ്രത്യക്ഷപ്പെടുന്ന അഗാധകൂപത്തിലോ അല്ല സാത്താനെ 1000 ആണ്ടേക്ക് വെക്കുന്നത്, അത് അഗാധത്തിലാണ്. അഗാധം എന്നുള്ളത് സാത്താനെ തടവിലാക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണം നമുക്ക് ആ ഭാഗത്ത് നമ്മൾ പഠിക്കും. അപ്പോൾ 1000 ആണ്ടത്തെ ഏകാന്ത തടവറയിൽ പിശാചിനെ ബന്ധിച്ചിടുന്നത് നാശകൂപമാകുന്ന അധമപാതാളത്തിനും മരണമാകുന്ന നരകത്തിനും ഇടയിലുള്ള അഗാധമെന്ന ഇരുളിൻ്റെ വാസലാണ് അവൻ്റെ വാസസ്ഥലം. അവനെ അവിടെ വീട്ടുതടങ്കിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്നാണ് ഇപ്പം ഈ അധമപാതാളത്തിനും മരണമാകുന്ന
നരകത്തിനും ഇടയിലുള്ള ഭാഗമാണ് അഗാധം. ആ അഗാധത്തിൽ നിന്നാണ്, അത് തുറന്നു കിടക്കുകയാണ്. അവിടെ നിന്നാണ് സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അവനാണ് അവൻ്റെ വാസസ്ഥലം. അവിടെ നിന്ന് അതിനെ അടച്ചു പൂട്ടുകയാണ് 1000 ആണ്ട് വാഴ്ച ചെയ്യുന്നത്. ഇപ്പോൾ അത് തുറന്നു കിടക്കുകയാണ്. അപ്പോൾ നാശകൂപത്തിലല്ല, നാശകൂപത്തിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ അധമ പാതാളത്തിനും മരണമാകുന്ന നരകത്തിനും ഇടയിലുള്ള ഭാഗത്താണ് അഗാധം. അവിടെ നിന്നാണ് സാത്താൻ്റെ ഇരുളാകുന്ന വാസസ്ഥലത്തു നിന്നാണ് ഇത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സ്വർഗീയ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമായി ലോകത്തെ സൽഭരണത്തിലേക്കും നീതിയിലേക്കും വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഉയരത്തുനിന്ന് ഉദയം നമ്മളെ സന്ദർശിക്കുക ചെയ്തെങ്കിൽ അധികം താമസിയാതെ ഈ ഇരുളാകുന്ന സാത്താൻ അവനെന്ത് ചെയ്യും? അഗാധത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യവംശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, മോഷ്ടിക്കുവാൻ, അറുക്കുവാൻ, മുടിക്കാൻ വേണ്ടി വരും എന്നാണ് ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് ചിന്തിപ്പാനിടയാത്ത നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇതേക്കുറിച്ച് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ക്രിസ്തു എവിടെ നിന്ന് വരുന്നു, എതിർ ക്രിസ്തു എവിടെ നിന്നാണ് വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് അത് കാണാൻ സാധിച്ചത്. മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ മൃഗം ആഴത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് 15-ാം അധ്യായം 7-ാം വാക്യം. മൃഗം അഗാധത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് 17-ാം അധ്യായം 8-ാം വാക്യം. അപ്പോൾ എവിടെ നിന്നാണ് അവൻ വരുന്നത്? ഇനി ഒരു രാഷ്ട്രമെന്ന് നാം അതേക്കുറിച്ച് ഏകദേശം ഒരു പഠനം നമുക്ക് നടക്കും. എന്നാൽ ആത്മീയാർത്ഥത്തിൽ നാം കാണുമ്പോൾ എതിർ ക്രിസ്തു വരുന്നത് മനുഷ്യസാഗരത്തിൽ നിന്ന് അവൻ കയറി വരുന്നു. ജാതികളുടെ ഇടയിൽ നിന്ന്, ജാതികളോടുള്ള ബന്ധത്തിൽ അവർ നശിപ്പിച്ച് മുടിപ്പിക്കാൻ വേണ്ടി അവൻ കയറി വരുന്നു. സമുദ്രത്തോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. അവൻ ആഴത്തിൽ നിന്ന് കയറി വരുന്നു. ആഴെന്നുള്ളത് നമുക്കറിയാം, ഹൃദയത്തിൽ ഇരുളിനെ നിറയ്ക്കാൻ വേണ്ടി അവൻ വരുന്നു. അപ്പോൾ കർത്താവ് വന്നത് ഉദയം നമ്മെ സന്ദർശിക്കുകയാണെങ്കിൽ ഇരുൾ ലോകത്തെ സന്ദർശിക്കും. അത് പ്രത്യക്ഷപ്പെട്ടതാണ് ആഴത്തെ വെളിപ്പെടുത്തുന്നത്. മൃഗം അഗാധത്തിൽ നിന്ന് കയറി വരുന്നു എന്ന് പറഞ്ഞാൽ, അഗാധത്തിൽ നിന്ന് കയറി വരുന്നതിനർത്ഥം സാത്താൻ്റെ ഇരിപ്പിടമായിരിക്കുന്ന അഗാധത്തിൽ നിന്ന്, അഥവാ അധമപാതാളത്തിനും നരകത്തിനുമിടയിലുള്ള ഭാഗമായിരിക്കുന്ന തുറന്നു കിടക്കുന്ന അഗാധത്തിൽ നിന്നാണ് സാത്താൻ പ്രത്യക്ഷപ്പെടുന്നതിനെ കാണിക്കുന്നത്. സാത്താൻ്റെ ഇരിപ്പിടത്തിൽ നിന്നാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുള്ളത് ആത്മീയാർത്ഥത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മളിനിയും ഈ കയറി വരുന്ന മൃഗം ഏതിനുള്ള ബന്ധത്തിലൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ള 7 തലയോടുള്ള ബന്ധത്തിലും 10 കൊമ്പിനോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ ചിന്തം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇത് ക്രിസ്തു ആരാകുന്നു എന്നുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പം സമുദ്രം, ആഴം, അഗാധം എന്ന് 3 വാക്കുകളിൽ നിന്ന് എതിർ ക്രിസ്തു എവിടെ നിന്ന് വരുന്നു എന്നതിൻ്റെ ആത്മീയാർത്ഥത്തിലുള്ള വ്യക്തതയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. അവൻ സാത്താനിക നിന്നുള്ള ദുർശക്തിയായി പെരുവെള്ളത്തിന് സമാനമായ ലോകജനതയെ വലിച്ചു മുടിക്കാൻ വേണ്ടി അഗാധമായ ഇരുളിൽ നിന്ന് വരുന്നു എന്നതാണ് ഇവിടെ സ്പഷ്ടമാക്കപ്പെടുന്നത്. അപ്പോൾ എതിർ ക്രിസ്തു എപ്പോൾ വരുന്നു, എന്തിനു വരുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമുക്കിവിടെ ലഭിക്കുക. അപ്പോൾ എതിർ ക്രിസ്തു എപ്പോൾ വരുന്നു? നമുക്കറിയാം, കുഞ്ഞാട് മുദ്ര 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവൻ എന്തിനു വരുന്നു? അന്ന് സാക്ഷികളുടെ സമൂഹമായി പൈശാചിക ഉപദേശങ്ങളെ അതിജീവിച്ചു നിൽക്കുന്ന വിശുദ്ധന്മാരെ കൊന്നുമുടിച്ച് കളയുവാൻ അവൻ്റെ ഭരണം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി വരുന്നു. 3, എവിടെ നിന്ന് വരുന്നു? സാത്താൻ വരുന്നത് സമുദ്രത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന്, അഗാധത്തിൽ നിന്ന് വരുന്നു. ഇതാണ് നമുക്കിവിടെ മനസ്സിലായി. ഇനി നമ്മൾ ദൈവനിച്ചാൽ നമ്മൾ നാളെ ചിന്തിക്കുന്നത് എതിർ ക്രിസ്തു ആരാകുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് വരെ ചിന്തിച്ച വിഷയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കർത്താവ് വന്നത്. നമ്മുടെ കർത്താവ് ഇതേ ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു എപ്പോൾ വരുന്നു, എന്തിനു വരുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഒരു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ അവസാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൻ വരത്തില്ല. എന്നാൽ യേശു ക്രിസ്തു വന്നതിനെക്കുറിച്ചും ഒന്നാമത് വന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എപ്പോൾ വരുന്നു ചോദിക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു ഒന്നാമത് വന്നത് ലോകാവസാനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടി ആണ് യേശു വന്നത്. അവൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് സ്വർഗീയ പിതാവിൻ്റെ മടിയിൽ നിന്ന് അവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇത് ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു ക്രിസ്തു എവിടെ നിന്നാണ് വന്നത്? യേശു ക്രിസ്തു
എപ്പോഴാണ് വന്നത്? കാലത്തികവെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു ജനിച്ചു. എന്തിനു വേണ്ടിയാണ് യേശു വന്നത്? പാപത്തിൽ ആയിരുന്ന ജീവിതങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി യേശു വന്നു. മൂന്ന്, എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്, സ്വർഗാസ്വർഗത്തു നിന്ന് പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു വരുവാൻ ഇടയായി തീർന്നു. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്. അവൻ എപ്പോൾ വരുന്നു? വരുന്നത് കുഞ്ഞാട് മുദ്രകളൊന്ന് പൊട്ടിക്കുമ്പോൾ. അവൻ എന്തിനു വരുന്നു? അന്ന് വിശ്വാസത്തിൽ തികവ് നിൽക്കുന്നവരെ കൊന്ന് നശിപ്പിച്ച് മുടിച്ചു കളയാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി, അറുക്കുവാൻ വേണ്ടി, മുടിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി വരുന്നു. അവൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അഗാധത്തിൽ നിന്ന്, സാത്താൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആത്മീയ അർത്ഥതലത്തിൽ മനസ്സിലാക്കിയതിന് ശേഷമേ ഇതിനെ മറ്റുള്ള വിഷയത്തിലേക്ക് പഠിപ്പിക്കാവുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വിഷയത്തിൽ ഈ പറയുന്ന വിഷയങ്ങൾ 3 ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ച് ദൈവനിച്ചാൽ ക്രിസ്തു ആരാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ദൈവനിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പഠിക്കാനല്ല, എന്നാൽ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വചനത്തിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ അവൻ്റെ 7 കൊമ്പ്, അവൻ്റെ 10 കൊമ്പും 7 തലയെക്കുറിച്ചൊക്കെയുള്ള വിവരണം കൊടുത്തിരിക്കുന്നത് നമ്മൾ വരുന്ന ദിവസം ചിന്തിക്കും. ഇന്ന് രാത്രി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കും. നമുക്ക് പറയാം, കർത്താവേ, കുഞ്ഞാടേ, നീ വന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാമല്ലോ. കർത്താവിൻ്റെ കൃപയാൽ യേശു ക്രിസ്തു വന്നത് ഹൃദയം നമ്മളെ സന്ദർശിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം, ഈടായി കിടന്ന ഹൃദയം, ആഴങ്ങൾ അത് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു, വെളിച്ചമായി തീരുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമ്മൾ വെളിച്ചമാക്കിയതിനായി സ്തോത്രം ചെയ്യാം. ആ ഉദയം നമ്മെ ഇനിയും നമ്മുടെ കർത്താവ് വരും. എപ്പോൾ വരും? നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരും. അതിനുശേഷം കർത്താവ് എപ്പോൾ വരും? അതെ, അവൻ രണ്ടാമത് വരും. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഉള്ളവനല്ല. അവന് ഒരിക്കൽ മാത്രം വന്നിട്ട് അസ്തമിക്കുന്നവനാണ്. ക്രിസ്തുവിന് ആരംഭം അവൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 3.5 വർഷം കൊണ്ട് അവൻ്റെ കഥ കഴിയും. പിന്നീട് അവനെ കാണത്തില്ല. എന്നാൽ നസ്രയനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും നോക്കിയിട്ടും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഇന്നലെയും ഇന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. ഇന്നലെ വന്ന കർത്താവ് ഇനിയും വരും. എന്തിനു വേണ്ടി വരും? നമുക്കറിയാം. ക്രിസ്തു അവനെ കുറിച്ച് പറയുമ്പോൾ അവൻ എപ്പോൾ വരുന്നു, എന്തിനു വരുന്നു, അവൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നലെ അവൻ വന്നിരുന്നു, ഇന്ന് അവൻ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ജീവിത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ കാലത്തിൽ യേശു വരും. അതിനുശേഷവും കർത്താവ് വരും. അപ്പോൾ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ ക്രിസ്തു അവൻ അനന്യനല്ല, നിത്യനല്ല. അവൻ്റെ സമയത്തിന് 3.5 വർഷത്തെ കാര്യം മാത്രമേ ഉള്ളൂ. വന്ന് അവൻ ഇവിടെ അവൻ്റെ പ്രവൃത്തി, അവൻ പൈശാചിക പ്രവൃത്തി ചെയ്ത് എന്നേക്കും നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമ്പോൾ നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നു. മനുഷ്യപാപത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഇവിടം കൊണ്ട് അവൻ തീർന്നില്ല. 3-ാം ദിവസം ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഞാൻ വരുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ വരുമെന്ന് പറഞ്ഞു പോയ ക്രിസ്തുയേശു നമുക്ക് വിശ്വസിക്കാം. വചനം എത്ര വ്യക്തവും തിട്ടവുമുള്ളതാണ്, എത്രമാത്രം വിശ്വാസയോഗ്യമാണ്. രാത്രി നമുക്ക് പറയാം, കർത്താവേ, നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. ഈ ദൈവത്തിലെ നമുക്ക് ആരാധിക്കേണ്ടത്? ഈ ദൈവമല്ല നമ്മുടെ ദൈവമായിരിക്കേണ്ടത്? അവനല്ലേ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്? അതോ താൽക്കാലികതയ്ക്ക് വരുന്ന തിന്ന് മുടിച്ച് ഇല്ലാതാക്കി കളയാൻ വരുന്ന പൈശാചികന്റെ പ്രതിനിധിയായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകം അവനെ ആരാധിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തെ കാത്തിരുന്നുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഈ ദൂതിന് വിരാമം ഇടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ നാം ചിന്തിക്കുന്നത് ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കും. ഈ പഠനം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹം. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കേണ്ടെന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നത് അവൻ എന്താകുന്നതിനെ കുറിച്ച് കാഴ്ചപ്പാടറിയണം. ലോകം മനസ്സിലാകണം എന്താണ്. സമുദ്രത്തിൽ നിന്ന്, ലോക വ്യവസ്ഥയിൽ നിന്ന് അവൻ വരും. അവൻ ഇരുളാണ്, അവൻ അഗാധത്തിൽ നിന്ന് വരും. സാത്താൻ ഇരിപ്പിടത്തു നിന്നാണ് വരുന്നത്. നസ്രയൻ വന്നത്
നമ്മെ ഉദയം നൽകുവാൻ, വെളിച്ചം നൽകുവാൻ, ആ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചതുകൊണ്ടുള്ള ആ പ്രകാശത്തിൽ നമുക്ക് ഭാവിയെ നോക്കി പുഞ്ചിരിയിടാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.